السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. اللهم ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وأقلا وأدبا وحفظا وإيمانا كاملا، ورب تمم بالخير والسعادة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയം നിറഞ്ഞ UGC നെറ്റ് ആസ്പിരൻസ്, UGC നെറ്റുമായി ബന്ധപ്പെട്ട ഒരു ഓറിയന്റേഷൻ സെഷനാണ്. ഇതിലേക്ക് മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്ക് മുമ്പിലുള്ളത് വളരെ കുറഞ്ഞ ദിവസമാണ്. മാക്സിമം ഒരു 80 ദിവസത്തോളം നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഈ ദിവസത്തിനുള്ളിൽ എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാം, ആ ലക്ഷ്യം എത്തിപ്പിടിക്കാമെന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സമയമാണ്, നമ്മുടെ താല്പര്യമാണ്, നമ്മുടെ കൺസിസ്റ്റൻസിയാണ്. ഈ 3 ഘടകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു എക്സാം ആസ്പിരൻസിനെ സംബന്ധിച്ചും ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മൾ കണക്കാക്കേണ്ട 3 ഘടകങ്ങൾ കൂടിയാണത്. ഞാൻ വിശദമായി പറയാം. അപ്പൊ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് 80 ദിവസം കൊണ്ട് നമുക്ക് JRF-ലേക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ആലോചനയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രത്തോളം നമ്മൾ ഇതിൽ ഇവോൾവ് ആകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആൻസറിന്റെ അവസാന പോയിന്റിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത്. നമുക്ക് മുമ്പിലുള്ളത് ഈ 50 ദിവസമാണ്. നമ്മുടെ ലക്ഷ്യം JRF ആണ്, നെറ്റല്ല. നെറ്റ് അതിന്റെ ബാക്കി പത്രമായിട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഫോക്കസ് ഓൺലി ഓൺ JRF-ൽ മാത്രമാണ്. അപ്പം അത് നേടാനുള്ള ഏത് രീതിയിൽ നമുക്ക് എഫേർട്ട് എടുക്കാൻ കഴിയും എന്നുള്ള ഒരു ആലോചന പങ്കുവെക്കലാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, ഏറ്റവും പ്രധാനമായിട്ട് ഇത് മെയ് മാസമാണ്. കോളേജുകൾ അവധിയാണ്, സ്കൂളുകൾ അവധിയാണ്. അത്തരം തിരക്കുകളോ സമയം കൂടുതൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുവർണാവസരം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമുക്ക് 50 ദിവസം കൊണ്ട് JRF എന്നുള്ള ഒരു കാര്യത്തെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് മുമ്പിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സമയത്തെ എങ്ങനെ പ്രൊഡക്റ്റീവായി വിനിയോഗിക്കാമെന്നും അതിലൂടെ എങ്ങനെ റിസൾട്ടിലേക്ക് എത്താമെന്നുള്ള ചർച്ചകൾ നമുക്ക് നടത്താം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യമായിട്ട് ഏതൊരു എക്സാമിനെ സംബന്ധിച്ചും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ആ എക്സാം എന്നും എന്തിനാണ് എക്സാം നടത്തുന്നതെന്നും എന്തുകൊണ്ടാണ് എന്താണ് അതിന്റെ ലക്ഷ്യമെന്ന് കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് എക്സാമിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് അറ്റൻഡ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. പലപ്പോഴും പലരും അപ്ലൈ ചെയ്തിടും, അതിന്റെ സിലബസ് എന്താണെന്നോ അതിൽ വരുന്ന ക്വസ്റ്റ്യന്റെ മെത്തേഡ് എന്താണെന്നോ പോലും നോക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ അത് ഏത് എക്സാം ആട്ടെ, UGC നെറ്റ് എക്സാം ആട്ടെ, ഇനി കേരളത്തിലെ PSC ആവട്ടെ, സെറ്റ് എക്സാം ആവട്ടെ, മറ്റ് ഏത് എക്സാം ആവട്ടെ, കേട്ടറ്റ് ആവട്ടെ, ഇനി നാഷണൽ ലെവലിലുള്ള മറ്റേത് കോമ്പറ്റീറ്റീവ് എക്സാമിന് പോകുമ്പോഴും നമ്മൾ ആദ്യം ആ എക്സാം എന്താണ്, അതിന്റെ സിലബസ് എന്താണ്, ഏത് രൂപത്തിലാണ് അതിലെ ചോദ്യങ്ങൾ വരുന്നത്, എന്താണ് അതിന്റെ മെത്തഡോളജി എന്ന് കൃത്യമായിട്ട് നമ്മൾ എന്താക്കണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോഴേ നമുക്ക് അതിനെ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് അതിനെ സമീപിക്കാൻ കഴിയുന്നതാണ്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല സമയം കൊടുക്കുന്നുണ്ട്, നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്മാർട്ട് വർക്ക് എന്നുള്ളൊരു സാധനമാണ്. അവിടെയാണ് ഈ എക്സാമിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കലും അതിനെ കൃത്യമായി അതിന്റെ മുൻകാല ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്തുകൊണ്ട് അതിന്റെ ഓരോ യൂണിറ്റും അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് വിലയിരുത്തിയിട്ട് തന്ത്രപരമായി പഠിക്കുക എന്നുള്ള സ്മാർട്ട് വർക്ക് പലപ്പോഴും ലാക്ക് ചെയ്യുമ്പോഴാണ് പലരുടെയും എഫേർട്ടുകൾ വിഫലമായി പോയി എന്നുള്ള നിരാശ പലരിലും കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ വെബിനാറിലുള്ള പലരും, ഞാൻ 2022 മുതൽ ഈ മേഖലകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അന്ന് കണ്ട പലരും ഇന്നും ഇതിനു വേണ്ടി ഇരിക്കുന്നുണ്ട് എന്നുള്ളത് പലരുടെയും സംസാരത്തിൽ നിന്നറിയാം. അപ്പോൾ അവർക്കൊക്കെ പ്രശ്നം, അവരൊരു സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നീട് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് പരിഹരിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്ന് ഇതിന്റെ പാറ്റേണും സിലബസും. എന്തൊക്കെയാണ് സിലബസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിനനുസരിച്ച് പാറ്റേണുകളിൽ വന്ന വ്യത്യാസം എന്ത് എന്നുള്ളത് കൃത്യമായി നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്.
അതുപോലെ ഈ 50 ദിവസം കൊണ്ട് ഏത് രൂപത്തിൽ നമുക്ക് പഠനം നടത്താമെന്നുള്ളതും പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഈ ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകളും സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ടോട്ടൽ 2 പേപ്പറുകളാണ് ജനറൽ പേപ്പർ അതുപോലെ സബ്ജക്ട് പേപ്പർ അറബിക് പേപ്പർ 2 അല്ലെ. ജനറൽ പേപ്പറിൽ 50 ക്വസ്റ്റ്യനും അറബിക് പേപ്പറിൽ 100 ക്വസ്റ്റ്യനുമാണ് ഉണ്ടാവുക. ഓരോന്നിനും എന്താണ് 2 മാർക്ക് വീതമാണ് അല്ലെ. ജനറലിന് 100 മാർക്കും പേപ്പറിൽ 200 മാർക്കും, അങ്ങനെ 300 മാർക്കിലാണ് ടോട്ടൽ എക്സാം നടക്കാൻ. നമുക്കറിയാം നെഗറ്റീവ് മാർക്കില്ലാത്ത എക്സാമാണിത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ എന്താണ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു നെഗറ്റീവ് മാർക്കില്ലാത്ത എക്സാം ആയതുകൊണ്ട് തന്നെ. 180 മണിക്കൂറിൽ 180 മിനിറ്റിൽ 150 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ടാക്ടിക്സ് ടൈമിംഗ് എങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു ടാക്ടിക്സ് കൂടി നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി വിശദമായി പരിചയമുള്ള ഭാഗമാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ അവസാന ഭാഗത്ത് നമുക്ക് പറയാം കേട്ടോ. അതിന് ഏത് രീതിയിലാണ് റിസൾട്ടിന് കട്ട് ഓഫിൽ വന്ന വേരിയേഷൻസ് നമുക്ക് നോക്കാം. ലാസ്റ്റ് കഴിയുന്ന 2025 ഡിസംബർ എക്സാമിൽ നമ്മൾ OBC കാറ്റഗറിയിൽ വരുന്നവരാണ്. JRF വേണ്ടി വന്നത് 218 മാർക്കാണ്. നെറ്റ് വാങ്ങാൻ 186 മാർക്കും PhDക്ക് 160 മാർക്കും എന്നുള്ളതാണ്. 2025 ജൂണിലായപ്പോൾ 222 മാർക്കായിരുന്നു JRF. നെറ്റിന് 184, PhD 154. ഇനി 2024 ഡിസംബറിലേക്ക് വന്നപ്പോൾ നോക്ക്, JRF 230 ആയിരുന്നു, പിന്നെ നെറ്റിന് 198 ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നെറ്റിന് കട്ട് ഓഫ് 198 മാർക്കിലേക്ക് ഉയർന്നു വന്ന, അതായത് 190+ കടന്നു വന്ന എക്സാം ഏതാണ്? 2024 ഡിസംബർ എക്സാം. അതിന് മുമ്പ് എന്തായിട്ടില്ല, ഇതുവരെ NTA വന്നതിന് ശേഷം 190 എന്തായിട്ടില്ല, പിന്നെ നെറ്റിന്റെ കട്ട് ഓഫ് പോയിട്ടില്ലായിരുന്നു കേട്ടോ. അതുപോലെ JRFന്റെ 230 എത്തുന്ന ഒരു സമയത്താണ്. പിന്നെ 24 ജൂണിൽ നടന്നത് 214 JRF, 186 നെറ്റ്, 158 എന്താണ് പിന്നെ നെറ്റ് PhD അഡ്മിഷൻ ടു PhD എന്നുള്ളത്. ഇതിൽ മൊത്തത്തിൽ അനാലിസിന് മുമ്പുള്ള ഇതൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു 190+ മാർക്ക് നേടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, നെറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എന്തായാലും എത്തിപ്പിടിക്കാം എന്നുള്ളതാണ്. ഈ 2024 എക്സാമിനെ നമ്മൾ സ്പെഷ്യൽ കേസായി പരിഗണിച്ച ഡിസംബർ എക്സാം വളരെ ഈസി ആയിരുന്നു എന്നുള്ളതാണ്. 230 ആയിരുന്നു JRFന്റെ കട്ട് ഓഫ് എങ്കിൽ പോലും 242 മാർക്ക് വാങ്ങിയ ആൾ വരെ ഉണ്ടായിട്ടുണ്ട്. 242 50 മാർക്ക് വാങ്ങിയ ആളുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഈ എക്സാം വളരെ ഈസി ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് അത്രയും ഉയർന്ന കട്ട് ഓഫിലേക്ക് അത് പോയത്. ഓക്കെ, അപ്പോൾ ഈ കട്ട് ഓഫുകളുടെ ഒരു പൊതു സ്വഭാവം നമുക്ക് ഇതിന് മുമ്പുള്ള എക്സാമുകളുടെ ഞാൻ മുഴുവൻ പട്ടിക ഉൾപ്പെടുത്തിയിട്ടില്ല, വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് 190+ നേടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നെറ്റ് ഉറപ്പിക്കാം. ഒരു 220+ ആണെങ്കിൽ നമുക്ക് JRF എന്താക്കാം, പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു സേഫ് സോൺ വിലയിരുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും സ്കോറിലേക്ക് നമുക്ക് എത്തണം. 300-ൽ നിന്ന് 220+ സ്കോർ നമുക്ക് എന്താവണം, വാങ്ങണം എന്നുള്ളതാണ്. അതായത് മാക്സിമം 80 മാർക്ക് മാത്രമേ നമുക്ക് എന്താക്കാൻ പാടുള്ളൂ, നഷ്ടപ്പെടാൻ പാടുള്ളൂ. അതായത് 110 ക്വസ്റ്റ്യനെങ്കിലും മിനിമം നമ്മൾ എന്തായിരിക്കണം, ഫുൾ മാർക്ക് വാങ്ങിയിരിക്കണം. തെറ്റാതെ നമുക്ക് നേടാൻ കഴിയണം എന്നുള്ളതാണ്. 110 ക്വസ്റ്റ്യൻസ് 150-ൽ നിന്ന് 110 ക്വസ്റ്റ്യനെങ്കിലും മിനിമം നമ്മൾ എന്തായിരിക്കണം, നേടിയിരിക്കണം എന്നുള്ളതാണ്. പിന്നീട് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ ആ എക്സാം ഈസി ആണോ, മീഡിയം ആണോ, ടൈറ്റ് ആണോ, ഹൈ ഇതാണോ, ടഫ് ആണോ എന്നൊക്കെ അനുസരിച്ചിരിക്കും അതിന്റെ വേരിയേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇനി സിലബസുകൾ നമുക്ക് 2 പാർട്ടായി വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്ന്, ആദ്യ ഭാഗം പറയുന്നത് ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ് അല്ലെ. 1 മുതൽ 4 വരെയുള്ള യൂണിറ്റുകളിൽ ജാഹിലിയ, ഏർലി ഇസ്ലാമിക് പീരീഡ്, ഉമയ്യദ്, അബ്ബാസിദ്, പിന്നെ അന്തലൂസ്, പിന്നെ അതിന്റെ കൂട്ടം മഹജർ ഉണ്ട് അല്ലെ എന്നുള്ള ലിറ്ററേച്ചറും കാര്യങ്ങളാണ്. അതുപോലെ ക്രിറ്റിസിസം എന്നുള്ള ഭാഗങ്ങളാണ് ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത്. അതായത് മെയിൻ ഫോക്കസ് അവിടെ ക്ലാസിക്കൽ ലിറ്ററേച്ചറുകൾക്കാണെന്ന് പറയും. പിന്നീട് അങ്ങോട്ട് ബാക്കിയുള്ള യൂണിറ്റുകളാണ് മോഡേൺ ആൻഡ് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ബലാഗ തുടങ്ങി, അതുപോലെ പിന്നെ മോഡേൺ ലിറ്ററേച്ചർ, പിന്നെ മസാദിർ അല്ലെ കുറിച്ച് മസാദിറുൽ അദബ് അറബി, ഇങ്ങനെ തുടങ്ങി സ്കൂൾ ഓഫ് തോട്ട്സ് രൂപപ്പെട്ടു വന്നത്. പിന്നെ ഇന്തോ അറബിക് ലിറ്ററേച്ചർ, അങ്ങനെ തുടങ്ങി. അതുപോലെ നഹവും അതുപോലെ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് 5 മുതൽ ഇങ്ങോട്ടുള്ള 10 യൂണിറ്റുകളിൽ ഇത് പോകുന്നത്. അതായത് പ്രധാനമായിട്ടൊരു മോഡേൺ ഫോക്കസ്ഡ് ആണ് രണ്ടാമത്തെ ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പൊ 2 പാർട്ടുകളായിട്ട് നമുക്ക് സിലബസുകളെ
ഒന്നിങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താക്കാം, വിലയിരുത്താം എന്നുള്ളതാണ്. ഇനി ക്വസ്റ്റ്യൻ പാറ്റേണുകളിൽ വന്ന മാറ്റം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണിത്. ക്വസ്റ്റ്യൻ പാറ്റേണുകൾ എങ്ങനെ മാറ്റം വന്നത്? 2018 മുമ്പുള്ള പാറ്റേൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അല്ലേ. നിങ്ങൾ അന്നത്തെ 2004 മുതൽ 18 വരെയൊക്കെയുള്ള നിലവിൽ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ തന്നെ അനവധിയായ PDF ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ 2018 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു അല്ലെ. എന്താണ്, ഇതാരുടെ പുസ്തകമാണ്, ഇതാര് എഴുതിയത്, അവരുടെ പുസ്തകം ഏത്, അങ്ങനെ തുടങ്ങി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് 2018 വരെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഒന്ന്, അതുപോലെ തന്നെ നല്ല ശതമാനം ക്വസ്റ്റ്യൻസും, അതായത് 50 to 60-70% വരെ ക്വസ്റ്റ്യൻസ് എന്താണ്, റിപ്പീറ്റഡ് ആണ് എന്ന് കൂടി നമുക്കിത് 2018 കാണാൻ കഴിയും. ക്വസ്റ്റ്യൻ ലെവലും എന്താണ്, വളരെ ബേസിക് ലെവലാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ കഴിയും. എന്നാൽ 2019 മുതലാണ് NTA വന്ന ശേഷം പുതിയൊരു സിലബസ് ഉണ്ടാകും. 2018 മുമ്പ് സിലബസിൽ ഒരു കൃത്യത ഉണ്ടായിരുന്നില്ല. 2019 മുതൽ കൃത്യമായൊരു സിലബസ് ഉണ്ടാവുന്നു. ഓക്കെ, അതിന് പിന്നെ ചോദ്യ പേപ്പറുകളിൽ മാറ്റം വരുന്നു. അതായത് ആദ്യം ഇതാരാണ് എഴുതിയത്, ഹൂ റോട്ട് ദിസ് ബുക്ക്, ആരാണ് ഈ പുസ്തകം എഴുതിയത് എന്ന ചോദ്യത്തിൽ നിന്നും എന്തിനാണ് ഈ പുസ്തകം എഴുതിയത്, എന്താണ് ഈ പുസ്തകം പിന്നെ മുന്നോട്ട് വെക്കുന്ന ആശയം, എങ്ങനെയാണ് അത് എഴുതിയത്, ഇതിന്റെ മെത്തഡോളജി എന്തിനാണ് ഈ പുസ്തകം എഴുതിയത് എന്ന ചോദ്യത്തിലേക്ക് പരിണാമം സംഭവിച്ചു എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാണ്, ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്, മൻ അല്ലഫ ഹദൽ കിതാബ്, ഈ പുസ്തകം ആരാണ് എഴുതിയത് എന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ഈ കിതാബ് എഴുതിയത് അല്ലെങ്കിൽ ഈ കിതാബിൽ ചർച്ച ചെയ്യുന്ന ഖളിയ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. 2018 ശേഷം വന്ന ക്വസ്റ്റ്യനിലെ മാറ്റമാണ് പറയുന്നത്. എന്താണ് ഈ കിതാബിൽ പിന്നെ ചർച്ച ചെയ്യുന്ന ഖളിയ എന്താണ്, വിഷയം എന്താണ്, ഇതിന്റെ മൗളു എന്താണ് ഇത് എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം, എന്താണ് ഈ പുസ്തകം കൊണ്ട് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിലേക്ക് എന്തായി മാറ്റം വന്നു. 2019 to 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇവല്യൂഷനാണ്. എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് വന്ന ക്വസ്റ്റ്യൻസിലെ ചില മാറ്റങ്ങൾ 2021 to 2025 വരുമ്പോൾ ക്വസ്റ്റ്യൻസിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. 19 to 21 വരെ ഉള്ള ക്വസ്റ്റ്യൻസ് അല്ല, 21 മുതൽ 25 വരെ ഈ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻസ് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ക്വസ്റ്റ്യൻസിന്. ഒന്ന്, മാച്ചിങ് ദ ലിസ്റ്റ് അല്ലെ, അധികവും പട്ടികകളും നീണ്ട പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം ഉള്ളത്. അതായത് ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ തന്നെ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നതാണ് മാച്ചിങ് ദ ലിസ്റ്റ്. അതുപോലെ ക്രൊണോളജി, അതിൽ പലപ്പോഴും പലർക്കും സംഭവിക്കുന്നത് തസാഉദി തനാസുലി ഒക്കെ കൊടുത്ത് ആകെ കൂടി കൺഫ്യൂസ്ഡ് ആക്കുന്ന വിഷയം വരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് അസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസ് കൂടിയിട്ടുണ്ട്. മുമ്പൊക്കെ 1-2 ക്വസ്റ്റ്യൻസിൽ മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ അത് വളരെയധികം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് കൂടുതൽ ഡെപ്ത് നോളജിനെ നമ്മൾ അളക്കുകയാണ് അവർ ചെയ്യുന്നത്. പെരിഫറലായ ചോദ്യങ്ങളിൽ നിന്ന് മാറി കൂടുതൽ ഡെപ്ത് ആയിട്ട് ഈ പരീക്ഷാർത്ഥിക്ക് ഈ വിഷയത്തിൽ അറിവുണ്ട്, അവന്റെ വായനകൾ കടന്നു പോയിട്ടുണ്ട് എന്നുള്ള ടെസ്റ്റിംഗ് കൂടിയാണ് അതിലൂടെ നടത്തുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും. ഇനി 2018 to 2025 ഞാൻ സൂചിപ്പിച്ചു, അതിൽ വന്ന ഷിഫ്റ്റുകൾ നോക്കാം. 21 വരെയുള്ളതെന്ന റൂട്ട് ലേണിംഗ്, അതായത് ബേസിക് സാധനങ്ങളെ കുറിച്ചുള്ള ഇതായിരുന്നു പഠിച്ചിരുന്നതെങ്കിൽ 2021-25 എത്തുമ്പോഴേക്ക് അനലിറ്റിക്കൽ ഡെപ്തിലേക്ക് എത്തി. അതായത് അതിനെ കൃത്യമായി അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള അതിന്റെ എന്താണ് ആ പുസ്തകം, എന്താണ് മുന്നോട്ട് വെക്കുന്നത്, എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന തലത്തിലേക്ക് അതിന്റെ ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. പഴയ മോഡൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഇതാരാണ് എഴുതിയത്, പിന്നെ ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത് എന്ന ചോദ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു. പുതിയ മോഡലിലേക്ക് വരുമ്പോൾ ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽസ് ആൻഡ് ഇൻക്ലൂഡിങ് നല്ല ചിന്താശേഷി അളക്കുന്നുണ്ട് നമ്മളെ. അതുപോലെ അസേഷൻ ആൻഡ് റീസണിങ് ഉണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് വാലിഡേഷൻ മറ്റൊന്നാണ്. അതായത് ഒരാളെ പറ്റി കുറെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഇതിൽ നിന്ന് ശരിയായത് ഏതെന്ന് സെലക്ട് ചെയ്യാൻ പറയാം. അപ്പൊ എന്തെന്ന് വെച്ചാൽ നമ്മൾ അയാളെ കുറിച്ച് അത്രയും ഡീപ്പായിട്ടുള്ള വായന നമുക്ക് ഉണ്ടായാൽ മാത്രമേ എന്താവുള്ളൂ, അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊന്നാണ് മാച്ചിങ് എന്നുള്ളത്. അത് പുസ്തകങ്ങൾ മാത്രമല്ല, ഇയർ വരുന്നുണ്ട്, അതുപോലെ അവരുടെ ചില പ്രത്യേക സവിശേഷതകൾ ചോദിക്കുന്നുണ്ട്. ഇനി ഈ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതും വെച്ചിട്ട് മാച്ചിങ് ചോദിക്കുന്നുണ്ട്. മുമ്പ് ചോദിച്ചിരുന്നത് കേവലം ഓതറും പുസ്തകങ്ങളും മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഇയർ ചോദിക്കുന്നുണ്ട്, ആ പുസ്തകത്തിന്റെ പ്രമേയം സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ പുസ്തകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ എഴുത്തുകാരനെ കുറിച്ചോ
മറ്റു പ്രമുഖരായ അക്കദീങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടും എന്താകുന്നുണ്ട് മാച്ച് ചെയ്യാൻ വേണ്ടി എന്താക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ക്വസ്റ്റ്യൻ വന്ന 2021 മുതൽ ഇങ്ങോട്ട് വന്ന ക്വസ്റ്റ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് നമുക്ക് എന്താക്കാൻ കഴിയും, കാണാൻ കഴിയും. ഇനി ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിൻ്റെതാണ്. ലാസ്റ്റ് മീൻസ് 2025 ജൂണല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള ഇതൊരു എക്സാമിൻ്റെതാണ്. ഇയർ ഞാൻ മറന്നുപോയി. അപ്പോൾ ചോദ്യം നോക്കി, ഇഖ്റൽ ഇബാറാത്ത് താലിയ, താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാനാണ് പറയുന്നത്. നഷ ഇംറുൽ ഖൈസ് നജ്ദിയെ 1, ബ വ ഇൻ കാന യമനിയ, ജീം ഹാദ്ര ഇല ഫാരിസ് ലിയംദഹ മലികഹ, ദാല് ഖുതില ഫി മഅരിക്കത്തിൻ മഅ ബനി മുൻസിർ. ഈ 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്, 4 ഇബാറത്തുകൾ. ഇതിൽ നിന്ന് ശരിയായ ആൻസർ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. മുമ്പുള്ള എക്സാമുകൾ 2018 മുതൽ വരെയുള്ള എക്സാമുകൾ ചോദിച്ചു നോക്കും. പിന്നെ നഷ ഇംറുൽ ഖൈസ് നജ്ദി ദേശ് എന്ന് ചോദിച്ചിട്ട് ബസ്വരിയൻ, കൂഫിയൻ, യമനിയൻ, ഹിജാസിയൻ ഇങ്ങനെയാണ് തന്നിരുന്നത്. ഇനി അടുത്ത തവണ ചോദിക്കും പിന്നെ ഇംറുൽ ഖൈസ് പിന്നെ നഷ ഇംറുൽ ഖൈസ് ദേശ് വൈൻകാന യമനിയൻ ചോദിച്ചു. അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് മാത്രം ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനെ അവരെന്തായി 4 സ്റ്റേറ്റ്മെന്റുകളാക്കി മാറ്റി. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിക്കാണ്. എന്നിട്ട് ചോദിക്കുകയാണ് അദ്ദേഹം പേർഷ്യയിലേക്ക് പോയിട്ടുണ്ട്, അവിടുത്തെ രാജാക്കന്മാരെ വധ ചെയ്യാൻ. ബനു മുൻസിറിനപ്പുറം യുദ്ധം ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് വെച്ചിട്ടാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ ഇംറുൽ ഖൈസ്, നമ്മൾ ഇംറുൽ ഖൈസിന്റെ കവിത അത് ബഹർ തൊവീലാണ്, 80 ബൈത്താണ്, ലാമിയാണ് എന്ന് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ് അദ്ദേഹത്തിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് കൂടി കൃത്യമായിട്ട് എന്താക്കേണ്ടത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഇതിൽ അലിഫും ബാവും മാത്രമാണ് സ്റ്റേറ്റ്മെന്റുകൾ ശരി, മറ്റു രണ്ടും എന്താണ് തെറ്റാണ്. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻസ് ആണ്, 1-2 ക്വസ്റ്റ്യൻസ് കൂടി കാണിക്കാം. ഇനി മറ്റൊന്ന് നോക്ക്, നമ്മളൊരു ലോജിക്ക് വെച്ചിട്ട് കൂടി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. കേവലം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, മറിച്ച് എന്തായിട്ടുണ്ട് നമ്മുടെ ലോജിക്കിനെ കൂടി അതെന്താവുന്നുണ്ട്, അളക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ചോദ്യം നോക്ക്, അശ്ശാഇറുൽ ജാഹിലി യുഅബ്ബിറു അൻ ശഅരിഹി എന്നുണ്ടോ വശത്ത മആനി നഫ്സിഹി വജിസ്മിഹി ബിൽ മാദിയത്തിൽ മഹ്സൂസ അൻ ത്വരീഖ് തശ്ബീഹി വത്തംസീൽ. ഓപ്ഷൻ ബ, അശ്ശാഇറുൽ ജാഹിലി ലാ യഅ്മദു ഇലൽ മാദിയത്തിൽ മഹ്സൂസ വലാ യജ്അലുഹ അദാതൻ ലിത്തഅബീർ അൻ ഖവാലിജ് നഫ്സി വആതിഫിൽ ഫുആദ്. ഇവിടുന്ന് ഒന്നാമത്തേൽ പറയുന്നത് ജാഹിലിയ കവികൾ എന്തായിട്ടുണ്ട്, അവരുടെ എന്താണ് മഹ്സൂസുകളെ അവതരിപ്പിക്കാൻ വേണ്ടി തശ്ബീഹ് തംസീലുകൾ എന്തായിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ കവിത പഠിച്ച ആളുകൾ എന്ന് നിൽക്കുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാവും അല്ലെ. ഏറ്റവും സിമ്പിളായിട്ട് പിന്നെ ഒരു ഉദാഹരണമൊക്കെ എന്താണ്, ഇംറുൽ ഖൈസ് തന്റെ പല അവസ്ഥകളെയും വിശദീകരിക്കുന്ന സമയത്ത് വലൈലിൻ കമൗജിൽ ബഹരി അർഖാ സുദൂലഹു അലയ്യ ബി അൻവാഇൽ ഹുമൂമി ലിയബ്തലി അല്ലെ. രാത്രി എന്താവുന്നുണ്ട്, സങ്കടങ്ങൾ കൊണ്ട് എന്നെ പരീക്ഷിക്കുന്നുണ്ട്, അതിന്റെ വിവിധങ്ങൾ ആർത്തലച്ചു വരുന്ന സാഗരം തിരമാല പോലെ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ തംസീലുകൾ, മസലുകൾ ഉപയോഗിക്കുന്നുണ്ട്, തശ്ബീഹുകൾ ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം ഉദാഹരണങ്ങൾ അതിൽ കാണാൻ കഴിയും. ഒരുപക്ഷെ ഡയറക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ആ കവിത പഠിച്ച ഒരു ലോജിക്കിൽ ആലോചിച്ചാൽ എന്താണ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേ സ്റ്റേറ്റ്മെന്റിന്റെ എതിരാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് എന്നുള്ളതാണ്. അവിടെ നോക്കില്ല യഅ്മദു എന്നാണ്, അതെന്താവുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇല്ലൽ മദ്യത്തിൽ മഹ്സൂസ വലാ യജ്അലുഹ അദാതൻ ലിത്തഅബീർ അൻ ഖവാലിജ് നഫ്സി വആതിഫിൽ ഫുആദ്, അതിലെന്താക്കുന്നതിന് ആശ്രയിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ തിരുത്താണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും രണ്ടാമത്തേത് തെറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഡെപ്തായ വായന ഇല്ലെങ്കിൽ പോലും നമ്മുടെ ലോജിക്കൽ വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളിൽ ഒന്നാണിത് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് നോക്കാം. ഇസ്ദഹറത്ത് അൽ മുവശഹാത്ത് ഫിൽ അന്ദലുസിൽ എന്തായിട്ടുണ്ട്, മുവശഹാത്ത് വളരെ എന്താണ് പ്രഫുല്ലമായിട്ടുണ്ട്. അതിന്റെ കാരണം എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഇൽത്തിറാബ് സിയാസി, അൽ ഖനാഅ് വൽ മുസീഖി, അത്തഅസ്സുബ് അൽ ഇറാഖി, ഇസ്ദിഹാറുൽ ഇൽമി. ഇതാണ് ചോദ്യം. അതിന്റെ ആൻസർ എന്താണ്, അൽ ഖനാഅ് വൽ മുസീഖി എന്നുള്ളതാണ്. ഇതൊക്കെ ഉമ്മഹാത്തുൽ കുത്തുബിൽ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യാന്ന് പറയുന്നത് മുവശഹാത്ത് എന്താണ്, അതിന് പ്രധാനപ്പെട്ട ആളുകൾ എന്താണ്, അവിടെ നമ്മൾ വായന നടത്തും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2021 മുതൽ 2025 വരെയുള്ള എക്സാമിന് നിങ്ങളുടെ റീഡിംഗ് സ്കില്ല്, റീഡിംഗ് എബിലിറ്റി, അതിന്റെ വേഗത അളക്കുന്ന എക്സാം കൂടിയാണിത്. അതായത് നിങ്ങൾ എത്രത്തോളം ആഴങ്ങളിലേക്ക് വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര വേഗത്തിൽ അറബിക് ഭാഷ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, എത്ര പെട്ടെന്ന് അതിന്റെ മീനിങ്ങിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുകൂടി എന്താവുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾ പാരഗ്രാഫിക് ക്വസ്റ്റ്യൻസ് നോക്കണം, അത് നിങ്ങൾക്ക് അതിലൂടെ അത് മനസ്സിലാവും. ഒന്ന്. രണ്ടാമത്തത്, ക്വസ്റ്റ്യനുകളിൽ വരുന്ന പല സ്റ്റേറ്റ്മെന്റുകളുടെയും ഇബാറത്തുകളുടെയും അർത്ഥം കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമുക്ക് എന്താക്കുക, ആൻസറിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ വേഗത, എത്ര വേഗത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും നമ്മുടെ ടൈം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്.
ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ഈ സക്സസ്സിലേക്ക് നമുക്ക് എന്താക്കാൻ പറ്റുക, എത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ കൂടുതൽ സാധനം കാര്യം കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. മഹാത്തുൽ കുത്തുബുകളിൽ പറയുന്നുണ്ട്. ഇതാ ഈ ഭാഗം എന്താണ്, മഹ്ഷഹാത്ത് ഇദൻ നശഅത് മിൻ ഹാജത്തുൽ മുഗന്നീന ഇലാ കലാമിൻ യുസായിറൂന ബിഹി അൽ അൽഹാൻ. അവർക്ക് എന്താണ്, പാട്ടുപാടേണ്ട അവസ്ഥയിലേക്ക് വന്നപ്പോൾ കൂടിയാണ് എന്താകുന്നത്, അത് രൂപം കൊള്ളുന്നത്, അത് കൂടുതൽ വളർച്ച പ്രാപിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് ഷൗഖി ലൈഫിൽ ഭാരത് നോക്കി വസ്തഹറത്ത് ഉൻദുലുസ് ബിഅന്നഹാ ഹിയ അല്ലതി ഇബ്തകറത് ഫി ഫന്നൽ മുവശഹത് വയളന്ന അന്നഹു കാന ലിത്തിസാഇ മുവജ്ജത്തുൽ ഗനാഇ വൽ മ്യൂസിക്. കൃത്യമായിട്ട് ഷൗഖി ലൈഫിൽ ഭാരത്താണ്. അപ്പൊ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ, ഒരു കാലഘട്ടത്തെ വായിക്കുമ്പോൾ അതിന്റെ സിയാക്ക്, കോണ്ടെക്സ്റ്റ് വായിക്കണം, അതിന്റെ സാഹചര്യം, അവർ രൂപപ്പെട്ടു വന്ന. ഇപ്പോൾ മൂവി ലിറ്ററേച്ചറിനെ വായിക്കുമ്പോൾ കേവലം മൂവി ലിറ്ററേച്ചറിലെ ആളുകൾ ഉമർ ബിൻ അബീ റബിയെ കുറിച്ചോ അല്ലെങ്കിൽ ജമീൽ ബിൻ ഉമറിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ത്രയങ്ങൾ ഫർദഖ് അഖ്തൽ ജരീർ ആ ത്രയങ്ങളെ കുറിച്ച് വായിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് അവരുടെ പശ്ചാത്തലങ്ങൾ കൂടി വായിക്കുമ്പോഴാണ് ഈ പഠനം എന്താവുന്നത്, കംപ്ലീറ്റഡ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പഠനം കംപ്ലീറ്റഡ് ആവുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ ഈ എക്സാമിന് വേണ്ടിയില്ലെങ്കിലും നിങ്ങൾ ഏതൊരു എക്സാമിന് ഇനി അടുത്തൊരു നിത്യനാണ് തയ്യാറെടുക്കുന്നെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായിട്ടും എന്താണ് ഫോക്കസ് ചെയ്യേണ്ട ചില ഭാഗങ്ങൾ പറയുന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളിൽ കൂടി കടന്നു പോയാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ കഴിയുള്ളൂ, ഇത്തരം ആൻസറുകളിലേക്ക്, ചോദ്യങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്, JRF ആണ്, നെറ്റ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു വിഷയം ചോദിക്കാം. ആലത് മിഖായിൽ നുഐമ ഫി മസ്റഹിയത്തി. ആദ്യങ്ങളിലെ കാലഘട്ടത്ത് ചോദിച്ചിരുന്ന എന്താണ്, മിഖായിൽ നുഐമയുടെ മസ്റഹി ഏത്, അല്ലെങ്കിൽ മിഖായിൽ നുഐമ താഴെ തന്നിരിക്കുന്നത് മിഖായിൽ നുഐമയുടെ പുസ്തകം ഏത് എന്നായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ, പിന്നെ വന്ന ചോദ്യങ്ങൾ നോക്ക്. ആലത് മിഖായിൽ നുഐമ ഫി മസ്റഹിയത്തി. തന്റെ മസ്റഹിയിൽ മിഖായിൽ നുഐമ കൈകാര്യം ചെയ്ത വിഷയം എന്ത് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ നിന്നുള്ള ചോദ്യത്തിൽ വന്ന ഡെവലപ്മെന്റ് ആണ്. എന്താണ് കൈകാര്യം ചെയ്തത്? ഖളിയത്തു സിറാഇൻ മാ ബൈന അൽ ഖദീമി വൽ ജദീദ, അൽ ഖളായ അൽ ഫൽസഫിയ, ഖളായ അൽ മർഅ അൽ മുസ്ലിമ, ഖളായ അൽ അദബിയ. എന്താണെന്നുള്ളതാണ് അല്ലെ. ആധുനികവും പൗരാണികവും തമ്മിലുള്ള ഒരു സംഘർഷങ്ങളെയാണ് എന്താകുന്നത് അദ്ദേഹം ആ വിഷയത്തിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അൽ ആബാ വൽ ബനൂൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അല്ലെ. 917 അദ്ദേഹം അത് എഴുതുന്നത്. ബഹജറിലായിരിക്കും എഴുതിയ പുസ്തകം കൂടിയാണ് അല്ലെ. 916 എഴുത്ത് ആരംഭിച്ചു, 17 അത് എഴുതി പൂർത്തിയാക്കി പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ആ പുസ്തകം അൽ ആബാ വൽ ബനൂൻ എന്നുള്ളത്. ആദ്യം ചോദിച്ചിരുന്നത് അത് ആരുടേതാണെന്നുള്ളതാണ്. പിന്നെ ചോദിച്ചിരുന്നത് ആബാ വനൂന് റിവായാണോ, ഖിസ്സ ഖസീറാണോ, മക്കാലയാണോ, മസ്റഹിയാണോ എന്നുള്ളതാണ്. പിന്നീട് ചോദിച്ചിരുന്നത് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് മിഖായിൽ നുഐമയുടെ മസ്റഹി ഏത് എന്നുള്ള രൂപത്തിൽ ചോദിച്ചു. അവിടുന്ന് ക്വസ്റ്റ്യൻ മാറിയിട്ട് പിന്നെ വന്ന ചോദ്യമാണ് ഏത്, എന്താണ് ആ നാടകത്തിൽ ചർച്ച ചെയ്യുന്നത് എന്നാണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ വന്ന എവല്യൂഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ എന്താക്കണം, ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഹനഫഖൂരിൽ മറ്റോ കൊടുത്ത ഭാരത്താണ്. ആലദ മിഖായിൽ നുഐമ ഫി മസ്റഹിയതിഹി ഖളിയത്ത് അസ്ഫിറാഇ മാ ബൈന അൽ-ദിഹ്നിയ അൽ-ഖദീമ വൽ-ദിഹ്നിയ അൽ-ജദീദ എന്ന് കൃത്യമായിട്ട് എന്താണ് മഹാത്തുൽ കുത്തുബുകളിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി മാച്ച് ദ ലിസ്റ്റ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മാച്ച് ദ ലിസ്റ്റിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള. അതിനെ വിലയിരുത്താൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി കൊടുക്കാം നമുക്ക്. ബാറൂദി, അഹ്മദ് സക്കി അബൂഷാദി, മിഖായിൽ നുഐമ, നാസിക് മലായിക്ക. ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത് മദ്രസത്തു ഷഅറുൽ ഹുർ, മദ്രസത്തുൽ ഇഹ്യാ വൽ ബഅസ്, മദ്രസത്ത് അപ്പോളോ, അറാബിത അൽ ഖലമിയ. ഇവിടെയുള്ള ആളുകളെ ശ്രദ്ധിച്ചു നോക്കുക. ബാറൂദി ഷഅറുൽ ഹദീസിൽ നമ്മൾ പഠിക്കുന്ന ആളാണ്. നാസിക് മലായിക്കയും ഷഅറുൽ ഹദീസിൽ പഠിക്കുന്ന ആളാണ്. മിഖായിൽ നുഐമ മഹ്ജറിലുണ്ട്, നഖദിലും നഖദുൽ ഹദീസിലും പഠിക്കുന്നുണ്ട്. അഹ്മദ് സക്കി അബൂഷാദ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്നില്ല, മറിച്ച് എന്താണ് യൂണിറ്റ് 8 എന്താണ് വിവിധ മദ്രസകളെ കുറിച്ച്, സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച് പഠിക്കുന്നത് ജമാഅത്ത് അപ്പോളയുടെ ആളായിട്ട് നമ്മൾ അഹ്മദ് സക്കി അബൂഷാദിയെ പഠിക്കുന്നുണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ എത്ര യൂണിറ്റുകൾ കമ്പൈൻ ചെയ്ത് വന്ന് നോക്ക്. 7ാമത്തെ യൂണിറ്റ് ഉണ്ട്, 8ാമത്തെ യൂണിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4ാമത്തെ യൂണിറ്റും ഇവിടെ വന്നിട്ടുണ്ട്. ഓപ്ഷൻ സെക്കൻഡ് പാർട്ടിൽ കൊടുത്തിരിക്കുന്ന മുഴുവൻ എന്താണ്, മദ്രസകളെ കുറിച്ചാണ്. ഇത് ഒരേ സമയം നമുക്ക് 8ാമത്തെ യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം ഡയറക്റ്റ് ആയിട്ട് അല്ലെ. കാരണം ഇവിടെ എന്താണോ ലിസ്റ്റ് 2 കൊടുത്ത മൊത്തം മദ്രസകളെ കുറിച്ചാണ്, സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച്. അതേസമയം ഇവർ വന്നു പോയി, നമ്മൾ ഒരിക്കലും ബാറൂദി 8ാം യൂണിറ്റിൽ എന്താണെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ അദ്ദേഹം മദ്രസത്തുൽ ഇഹ്യാ വൽ ബഅസിന്റെ ആളാണെന്ന് പറഞ്ഞു പോകുന്നു. ഇനിയിപ്പോ ബാറൂദി എന്നെ ചോദിക്കണം എന്നില്ല. അബുൽ ഖാസിം ഷാബി ഏത് സ്കൂൾ ഓഫ് തോട്ട് ആണെന്നുള്ള ചോദ്യം പലതവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അല്ലെ. ജമാഅത്ത് അപ്പോളയുടെ ആളാണിത്. അങ്ങനെ ഞാൻ പറയുന്നത് 7ാം യൂണിറ്റിൽ ഒരു കവിയെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകം, കവിത എഴുത് എന്നതുപോലെ തന്നെ അദ്ദേഹം ഏത് സ്കൂൾ ഓഫ് തോട്ടിന്റെ ഭാഗമായിരുന്നു എന്നുകൂടി പഠിക്കാൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്താകുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം മിക്സ്ഡ് ആയിട്ട് എന്താകുന്നുണ്ട്, ഇത്തരം മാച്ച് ദ ലിസ്റ്റുകളിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്.
അല്ല, ഇവിടെ എന്താണ്? ബാറൂദി, മദ്രസത്തുൽ അഹ്യാ ഇവൽ ബാസ്, അഹമ്മദ് സക്കി അബൂഷാദി, മദ്രസത്ത് അപ്പോളോ, മിഖായിൽ നഈമ, റാബിത്ത അൽ കലമിയ, നാസിക് മലായിക്ക, മദ്രസത്ത് അഷ്അർ അൽ ഹുർ. ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ പല യൂണിറ്റുകളെയും തമ്മിൽ നിന്നാണ് കണക്റ്റഡ് ആണ് എന്നുള്ളത് കൂടി നമുക്ക് കാണാൻ കഴിയും. ഇനി ഞാൻ പറഞ്ഞ ഡീറ്റെയിൽഡ് എന്താണ് സ്റ്റേറ്റ്മെന്റ്, എന്താണ് വിവരണങ്ങൾ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിസാർ ഖബ്ബാനിയെ കുറിച്ച്, അദ്ദേഹം സിറിയൻ പോയറ്റാണ് അല്ലെ. നിസാർ ഖബ്ബാനിയെ കുറിച്ചാണ്. 1923 ജനിച്ച് 1999 നിസാർ ഖബ്ബാനി മരണപ്പെടുന്നത്. 98 നിസാർ ഖബ്ബാനി മരണപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ചോദ്യമാണ്. تخرج في كلية الحقوق بالجامعة الأمريكية ببيروت سنة 45 و900 وألف. 1945 അവിടുന്ന് ബിരുദം നേടി യോ കോളേജിൽ നിന്ന്. استقال من الوظيفة ليتفرغ لقراءة الشعر. تخرج في كلية الحقوق بجامعة دمشق. ديوانه الأول قصائد متوحشة. ديوانه الأول قالت لي السمراء. നമുക്ക് ആദ്യത്തെ ദീവാൻ ഏത്? നമ്മൾ ആ തുടക്കത്തിൽ നമുക്ക് എന്ത് പഠിച്ചാൽ മതി? അദ്ദേഹത്തിന് ആദ്യത്തെ ദീവാൻ, ആദ്യത്തെ ഖിസ്സ, ആദ്യത്തെ റിവായ, അതിന്റെ പേര്, ഇത് പബ്ലിഷ് ചെയ്ത വർഷം. അങ്ങനെ നമ്മൾ 2019 മുതൽ ഇങ്ങോട്ട് പഠിച്ചത്. പിന്നീട് ആ ചോദ്യം ഏത് രൂപത്തിലാണ് ചോദിക്കുന്നത് നോക്കി. അദ്ദേഹം ഏത് വർഷമാണ് ബിരുദം നേടിയത്, ഇങ്ങനെയുള്ള വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് അദ്ദേഹത്തെ കുറിച്ച് എന്തായിരിക്കുന്നു ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരം എന്താണ്? ബ ജിം ഹ ആണ് ശരി. അതായത് അദ്ദേഹം എന്തായിട്ടുണ്ട്, കവിത എഴുതാൻ വേണ്ടി ഔദ്യോഗിക ജോലികളിൽ നിന്നൊക്കെ രാജിവെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പലപ്പോഴും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതുമാണ് മുമ്പൊക്കെ, ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ എടുത്തത്. അതുപോലെ എന്താണ്, പിന്നെ ഡമസ്കസ് യൂണിവേഴ്സിറ്റിയിൽ 45 അദ്ദേഹം എന്തായിട്ടുണ്ട്, ബിരുദം നേടിയിട്ടുണ്ട്. അതുപോലെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ ദീവാൻ എന്ന് പറയുന്ന കാലത്തിലി അസംറ എന്ന് പറയുന്നതാണ് അല്ലെ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ആ ദീവാൻ എഴുതുന്നത്. അതും കൂടി നിങ്ങൾ ഓർത്തു നോക്കണം. ആദ്യത്തെ ദീവാൻ എന്ന് മാത്രമല്ല, യുദ്ധം തീർത്ത എന്താണ് ആ പ്രശ്നങ്ങളെ കുറിച്ചും ജനതകൾ എന്താണ് സാധാരണക്കാർ അനുഭവിക്കുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കവിത എഴുതുന്നത് എന്നുള്ളതാണ്. ആ കവിതയുടെ പശ്ചാത്തലം കൂടി അതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സിറിയയിലാണ് താമസിച്ചത്. സിറിയ എന്ന് പറയുന്നത് 41 മുതൽ 45 വരെയുള്ള കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട ഒരു കാലഘട്ടമാണ്. 1920കളിൽ അധിനിവേശം നടത്തിയ ഫ്രഞ്ച് മാൻഡേറ്റിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി 45, 46 കാലഘട്ടങ്ങളിലാണ് സിറിയ എന്താകുന്നത് പൂർണ്ണമായി സ്വതന്ത്രമാവുന്ന ഒരു കാലഘട്ടം വരുന്നത്. അപ്പൊ 40 മുതൽ ഇങ്ങോട്ടുള്ള 5 വർഷം, 39 മുതൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സിറിയയെ സംബന്ധിച്ച് എന്താണ് അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ കാലഘട്ടം കൂടിയായിരുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നിസാർ ഖബ്ബാനി എന്നത് കാലത്തിലിയ സമ്ര എന്നുള്ള തന്റെ ദീവാൻ എഴുതുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി പഴയ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി ചോദിച്ചത്, വാ ഇസ്ലാമ ഇതാരുടെ രചനയാണ്? അക്കാദാണോ, അസീസ് അബാദയാണോ, അലി അഹമ്മദ് ബാക്കസീർ, സഅദുള്ള വൻസ്? വളരെ സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ തീരെ ചോദിക്കൂല എന്നല്ല കേട്ടോ, ഈ ഇത്തരം ക്വസ്റ്റ്യനും വരും. ഓക്കെ, അതാണ് അലി അഹമ്മദ് ബാക്കസീറിന്റെ വളരെ വിഖ്യാതമായ രചനയാണ് വാ ഇസ്ലാമാഹ് എന്നുള്ളത്. ഇനിയുള്ള വിഷയങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നത്, വാ ഇസ്ലാമാഹ് അദ്ദേഹം എന്താണ് ചർച്ച ചെയ്യുന്നത്, അതിലൂടെ അദ്ദേഹം എന്താണ് പറഞ്ഞു വെക്കുന്നത്, അങ്ങനെയുള്ള വിഷയങ്ങളായിരിക്കും ഇതിലൂടെ നമുക്ക് എന്താക്കുന്നത് ഇനിയുള്ള ചോദ്യങ്ങളിൽ വരാൻ സാധ്യതയുള്ളത്. കാരണം ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എത്രയായി? 2019 മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, 25 വരെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് 7 വർഷത്തോളമായി ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ചോദ്യത്തിൽ സ്വാഭാവികമായിട്ടും എന്താകും, വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുള്ളത്, ഇത്തരം എക്സാമുകൾ എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നോ അതായിരിക്കും ബുദ്ധിപരമായൊരു തീരുമാനം, നീക്കം എന്ന് പറയുന്നത്. വൈകുന്തോറും എന്താണ് നമുക്ക് എക്സാമുകൾ എന്തായിത്തീരും, പ്രയാസകരമായി തീരും, ദുഷ്കരമായി തീരും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതേ ചോദ്യം 7ാം യൂണിറ്റിൽ നിന്ന് ചോദിച്ചു, വാ ഇസ്ലാമാഹ് എന്നുള്ളത് ആരുടെ രചനയാണ്? അലി അഹമ്മദ് ബാക്കസീറിന്റെ രചനയാണെന്ന് പറഞ്ഞു. അടുത്തൊരു ചോദ്യം നോക്ക്, ഇല ഈ കാത്തിബിൻ ഔ കാത്തിബത്തിൻ തുൻസബു ഹാദിഹിൽ ഇബാറ അഷ്ഷഹീറ عندما نفقد الحب نكتب قصيدة وعندما نفقد الوطن نكتب رواية. അല്ലേ, സ്നേഹം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കവിതകൾ എഴുതും, രാജ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ നോവലുകൾ എഴുതും എന്നുള്ളത് ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളതാണ്. ഇത് അഹ്ലാം മുസ്തഖാനിമിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അഹ്ലാം മുസ്തഖാനിമിയെ കുറിച്ച് നമുക്ക് അൾജീരിയയിൽ നിന്നുള്ള ആദ്യത്തെ അറബ് നോവലിസ്റ്റ് ആണ് നമുക്കറിയാം. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അവര്. അവരുടെ പ്രധാനപ്പെട്ട രചനകൾ മാത്രമേ നമുക്കറിയാം. ഇപ്പൊ ആ ചോദ്യങ്ങളിൽ നിന്ന് മാറി അവരുടെ നോവലുകളിലെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേറ്റ്മെന്റുകളിലേക്ക് ചോദ്യങ്ങൾ എന്തായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഇനി ഒരു ചോദ്യം നോക്ക്, ഫിൽ ഇബാറാത്തി താലിയ
أشير إلى الكاتب أشير إلى الكاتب والذي يطالع اجتماعيات الكاتب يجد نفسه في نفق مظلم من الشذوذ الإنساني والظلم الاجتماعي والبؤس الحياتي والغدر في التعامل والخيانة في الحياة الزوجية. فكان المجتمع البشري جحيما وكان الناس فيه ذئاب مفترسة وكان الشفاء نسيب من لا يقف الحظ بجانبه وكأنه لا يرى الوجود إلا من خلال السواد ولا ينظر إلى الناس إلا من الغيوم السود. ഇതാരുടെ പിന്നെ എഴുത്തിൽ നിന്നുള്ള ഭാഗമാണ് എന്നാണ് ചോദ്യം. മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തിയുടെ എഴുത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഇപ്പോൾ മുസ്തഫ ലുത്ഫി മൻഫലൂത്തിയുടെ അബറാത്തും നവറാത്തും എന്താണ്? ലേഖനം മക്കാലയാണോ കിസ്സയാണോ? എത്ര വോള്യങ്ങൾ ഉള്ളത് എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ റിവായത്തിനെ കുറിച്ച് ഒക്കെയാണ് പഠിച്ചിരുന്നത്. ഇപ്പൊ എന്തായി? അദ്ദേഹത്തിന്റെ കഥകളിൽ നിന്നുള്ള നോവലുകളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ തന്നിട്ട് ഇത് ആരുടേതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാം നമ്മൾ വായിച്ച് എത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പോസിബിൾ അല്ല. പക്ഷേ മുസ്തഫ ലുത്ഫി മൻഫലൂത്തിയെ കുറിച്ച് പൊതുവായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അദ്ദേഹം എപ്പോഴും എന്താണ് പിന്നെ അശനരായ പതിതരായ മനുഷ്യരെ കുറിച്ച് എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്. ഒരുപക്ഷെ അക്കാദിനെ പോലെ ആളുകൾ അതിനിശ്ചിതമായി അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. എപ്പോഴും നിരാശയും സങ്കടവും ദുഃഖങ്ങളും മാത്രം എഴുതുന്ന ഒരു എഴുത്തിനോട് അവരെന്തായിട്ടുണ്ട് പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. സാഹിത്യം ഒരേ സമയം എന്താണ് സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും നിരാശകളെയും മാത്രമല്ല പ്രതീക്ഷാ നിർഭരമായ ജീവിതത്തെ കുറിച്ച് കൂടി നമ്മെന്താണ് പ്രചോദിപ്പിക്കാനുള്ളതാണ് എന്നും കൂടി അക്കാദ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഇബാറത്തുകളുടെ പൊതു സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താക്കാം ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചർച്ച ചെയ്യാം. 7 മിനിറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തദൂറു മുഅ്ലമു റിവായതിഹി ഹൗല അൽ-അലാഖാത്തിൽ ജൗഹരിയ التي تربط الإنسان بالطبيعة الصحراوية وموجوداتها وعالمها المحكوم بالحتمية والقدر الذي لا يرد إلى من تشير العبارة. ഇവിടെ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ നോവലുകളിലെ ആത്മസത്ത എന്ന് പറയുന്നത് എന്താണ്? മരുഭൂ പ്രകൃതവുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. മരുഭൂമിയും അതിന്റെ ആഴത്തിലുള്ള ജീവിതഗന്ധിയായ കഥകളാണ് അദ്ദേഹത്തിന്റെ നോവലുകളിലെ ആത്മസത്ത എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആരുടെ എഴുത്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇബ്രാഹിം അൽ ഖൗനിയുടെ ആണ് അല്ലെ. ഇബ്രാഹിം അൽ ഖൗനിയുടെ രചനകളാണ്. അദ്ദേഹം എന്താണ് ലിബിയൻ മരുഭൂമിയിലുള്ള അനുഭവങ്ങളെയും അതിനെ പ്രമേയമാക്കിയിട്ടാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് കൂടുതൽ രചന നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ തുടങ്ങി ചില എഴുത്തുകളുടെ ഒരു പൊതു സവിശേഷത കൂടി നമുക്ക് അത്തരത്തിൽ എന്താക്കാൻ കഴിയും, വിലയിരുത്താൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അപ്പോ ഡയറക്റ്റ് എന്താകുന്നില്ല ഇബ്രാഹിം അൽ ഖൗനിയുടെ പുസ്തകം ഏത് എന്നല്ല ചോദിച്ചത്, അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ പൊതു സ്വഭാവത്തെ കുറിച്ചാണ് ചോദ്യം വന്നത്. ചോദ്യത്തിന്റെ ഒരു ഇത് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഡയറക്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ പുസ്തകം ഏത്, ഈ പുസ്തകത്തിൽ പിന്നെ അത് ആരുടെ പുസ്തകമാണ് എന്നല്ല ചോദിച്ചത്, ആ പുസ്തകങ്ങളിലൊക്കെ പൊതുവായ ഉള്ളടക്കത്തിന്റെ സവിശേഷത എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ, അവിടെയാണ് ചോദ്യത്തിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി പിന്നെ മാച്ച് ദ ലിസ്റ്റിൽ വന്നൊരു വ്യത്യാസം കൂടി പറയാം. ത്വബീബുൻ വ കാത്തിബുൻ, വസീറൻ വ കാത്തിബുൻ വ ഷാഇർ, കാത്തിബുൻ വ മസ്റഹിയുൻ അമില ബിൽ മഹാമ വസിക്കറ്റ് ഡിപ്ലോമസി. വാലിദു ഹാദൽ അദീബിൽ കബീർ കാന മുമസ്സിലൻ വ മുഅല്ലിഫൻ വ മുഹദ്ദിസൻ ലിത്തുറഖ് വൽ ജുസൂർ വ ഉമ്മുഹു സുഹ്ഫിയ്യത്തുൻ കബീറ. ഒരിക്കലും പുസ്തകങ്ങൾ തന്നിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഏത് രാജ്യക്കാരാണെന്നോ അല്ലെങ്കിൽ ഏത് വർഷം ജനനവർഷമോ മരണവർഷമോ കണക്ട് ചെയ്തിട്ടല്ല ചോദിച്ചത്, അവരുടെ പൊതുവായ വിശേഷണമാണ് ചോദിച്ചിരിക്കുന്നത്. അവരുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന പൊതുവായ ഒരു വിശേഷണത്തെ മുൻനിർത്തിയിട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, മാച്ച് ദ ലിസ്റ്റിൽ വന്ന മാറ്റങ്ങൾ കേവലം വർഷങ്ങളോ പുസ്തകങ്ങളോ മാത്രമല്ല, മറിച്ച് അവരെ കുറിച്ച് വന്ന ഇനി സെയിം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ 1 യൂണിറ്റുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ തവണ ലാസ്റ്റ് എക്സാമിൽ സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ് വന്നിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റുകളെ മാച്ച് ദ ലിസ്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ബഷാർ ബിൻ ബുർദിന്റെ കോട്ടുണ്ടല്ലോ, ജരീറിനെ ഞാൻ എന്തായി ഹജൗത്തു ജരീറിനെ ഞാൻ എന്തായി ഫസ്റ്റ് സഹരനി, ജരീറിനെ ഞാൻ ആക്ഷേപിച്ചു, ഹജായ് ചെയ്തു. പക്ഷെ ജരീർ എന്താക്കി, എന്നെ പരിഗണിച്ചില്ല, എന്നെ കൊച്ചാക്കി കള. ജരീർ എങ്ങാനും എന്നെ പരിഗണിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ എന്താണ് ലക്കുൻസ് അല്ലെ, ജനങ്ങളിൽ അറിയപ്പെടുന്ന ഒരു കവിയായി ഞാൻ മാറുമായിരുന്നു എന്ന് ബഷാർ ബിൻ ബുർദ് പറയുന്നുണ്ട്. അത് ആദ്യം ചോദിച്ചിരുന്നത് ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇനി ഇതാരെ കുറിച്ചാണ് ബഷാർ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിരുന്നിടത്ത് മാറി അതെന്താണ് മാച്ച് ദ ലിസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ബഷാർ പറയുന്നിട്ടുള്ള
അങ്ങനെ പറയാണ് എന്താണ് ഹജൗത്ത് ജരീരൻ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള 3-4 സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ടാണ് മാച്ച് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ വിഷയങ്ങളിൽ കൂടി നിങ്ങൾ എന്താക്കാം, അത്തരം മാറ്റങ്ങൾ കൂടി വന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും ക്വസ്റ്റ്യൻസിൽ. ഇനി ഒരു ചോദ്യം കൂടി നോക്കാം. നജീബ് മഹ്ഫൂൽ കാത്തിബുൻ മിസ്രിയുൻ അല്ലഫ നജീബ് മഹ്ഫൂൽ മസ്റഹിയത്തുൻ കസീറ നാല നജീബ് മഹ്ഫൂൽ ജായിസത്ത് നൊബേൽ 88 و900 ميلادي ഹാദറ നജീബ് മഹ്ഫൂൽ ഇല ഫ്രാൻസ ലിത്തിറാസ. ഈ 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് ശരിയായത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അലിഫും ജീമും മാത്രമാണ് ശരി. നജീബ് മഹ്ഫൂൽ എന്നാണ് ഈജിപ്ഷ്യൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് എന്തായിട്ടുണ്ട്, നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് 1988. പലതവണ ആവർത്തിച്ചു വന്ന ചോദ്യമായിരുന്നു നജീബ് മഹ്ഫൂദിന് ഏത് വർഷമാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത് എന്നുള്ളത്. പല ക്വസ്റ്റ്യൻസിലും വന്നിട്ടുണ്ട്. 2021 മുമ്പുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ അത് കാണാൻ കഴിയും അല്ലെ. അപ്പൊ 2 ചോദ്യങ്ങളാണ്. മറ്റ് കാര്യങ്ങൾ, അദ്ദേഹത്തിന് ധാരാളം മസ്രഹിയുണ്ട്. പഠനാവശ്യത്തിന് അദ്ദേഹം ഫ്രാൻസിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കേവലം അദ്ദേഹത്തിന് 988 നൊബേൽ പ്രൈസ് ലഭിച്ചെന്നു, ഇന്ന പ്രദേശത്ത് ജനിച്ചു വന്നു, 938 ആദ്യ കഥ എഴുതി, 39 ആദ്യത്തെ നോവൽ വന്നു എന്നിടത്തുനിന്ന് മാറി പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത കൂടി ചോദിക്കുന്നത്. ഇപ്പൊ ഖാൻ ഖലീലിയെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റാണ് ഈജിപ്തിലെ ഖാൻ ഖലീലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം, അത് എഴുതുന്നത് അവിടുത്തെ ഈജിപ്ഷ്യൻ സാംസ്കാരിക ചരിത്രത്തെ കൂടി നാഗരിക ചരിത്രത്തെ കൂടി അടയാളപ്പെടുത്തുന്ന വേണ്ടിയാണ് എന്നുള്ളത് കൂടി കാണാൻ കഴിയും. അപ്പൊ ആ രൂപത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് എന്തായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പോവാണ്. ഇനി ഒരു ഉദാഹരണം കൂടി നോക്കാം. കതബ അബ്ദുൽ ഹമീദ് ജൗദത്ത് സഹാർ റിവായ ഫി ഖാഫിലത്ത് സമാൻ. കതബ അബ്ദുൽ ഹമീദ് ജൗദത്ത് സഹാർ ഹാദിഹി ഹയാത്തി ഫി സീറ ദാത്തിയ. അബ്ദുൽ ഹമീദ് ജൗദത്ത് സഹാർ കാത്തിബുൻ ലുബ്നാനിയുൻ വുലിദ ഫി ബൈറൂത്ത്. കതബ അബ്ദുൽ ഹമീദ് ജൗദത്ത് സഹാർ റിവായ അഷ്ശദ്റുൽ ബുഅ്സ്. എന്നിങ്ങനെയുള്ള 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചെടുക്കാൻ നമുക്ക് സമയം ആവശ്യമാണ് ഒന്ന്. അതുപോലെ കറക്റ്റ് ആൻസർ ആലോചിക്കാൻ സമയം വേണം. മുമ്പൊക്കെ എന്താണ്, ഖാഫിലത്ത് സമാൻ ആരുടെ രചനയാണ്, ഹാദിഹി ഹയാത്ത് എന്നുള്ളത് ആരുടെ സീറ ദാത്തിയാണ്, അല്ലെങ്കിൽ ഹാദിഹി ഹയാത്തി എന്നുള്ളത് ഏത് ഫന്നിൽ വരുന്നതാണ് എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അലിഫും ബാവും മാത്രമാണത് ശരി എന്നുള്ളതാണ്. അബ്ദുൽ ഹമീദ് ജോസാർ എന്തല്ല, ലബനാനി അല്ല, അതുപോലെ എന്തായിട്ടില്ല, ഇത് രണ്ടും അദ്ദേഹത്തിന്റെ രചനകളല്ല. അദ്ദേഹം പറഞ്ഞു തന്നത് അപ്പൊ അത്രയും ഡീപ്പായിട്ടുള്ള വായനകൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ കഴിയുള്ളൂ, ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം വാസ്റ്റ് ആവണം, വിശാലമാവണം എന്നുള്ളത് കാണാൻ കഴിയും. ഇപ്പോഴും മാറൂൻ നഖാഷിനെ കുറിച്ച് നമ്മൾ പറയുന്നത് 1817 ജനിച്ച് 1855 മരണപ്പെട്ട, അറബ് സാഹിത്യത്തിൽ ആദ്യമായി നോവലുകളെ അവതരിപ്പിച്ച എഴുത്തുകാരനാണ് ആര്, മാറൂൻ നഖാഷ് എന്ന് പറയുന്നത് അല്ലെ. ബഖീലാണ് അറബിയിലെ ആദ്യത്തെ നാടകം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ 3 നാടകമാണുള്ളത്. അത്ര നമുക്ക് അറിയുള്ളൂ. അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറും ഇയറുമാണ് നമ്മൾ പഠിച്ചു വെക്കുന്ന കാര്യം. അവിടെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നടന്ന എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് മാറൂൻ നഖാഷ് ഫി മസ്റഹിയത്തി അബുൽ ഹസൻ അൽ മുഗഫൽ ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന നാടകം ഇസ്തഖാ മൗദൂഹ മിൻ കലീല വദിംന. അതിന്റെ വിഷയം, അദ്ദേഹത്തിന് പ്രചോദിതമായത് ഏതിൽ നിന്നാണ്, കലീല ദിംനയിൽ നിന്നാണ്. അതിനെഴുതിയത് 49-ലാണ്. ഇസ്തഖാ മൗദൂഹ മിൻ അൽഫ് ലൈല വലൈല അതിനെഴുതിയത് 52-ലാണ്. ഇസ്തഖാ മൗദൂഹ മിൻ മസ്റഹിയത്തി മോലിയർ അൽ ഫറൻസി. ചോദ്യത്തിൽ വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അതാണ് ബാവും ജീമും മാത്രമാണ് ശരി. 49-ലാണ് അദ്ദേഹം എഴുതുന്നത്. അൽഫ് ലൈല വലൈലയാണ് അതിന്റെ പ്രചോദിതമായ വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് അനാലിസിങ് ഡീറ്റെയിലിംഗ് ക്വസ്റ്റ്യനിലേക്ക് എന്തായിട്ടുണ്ട്, മാറിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത്. ഇന്തോ അറബിക് ലിറ്ററേച്ചർ ആണ് പലപ്പോഴും പലർക്കും ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് മാറുന്ന ഏരിയകളായിട്ട് പലപ്പോഴും ഇന്തോ അറബിക് ലിറ്ററേച്ചർ ഉണ്ടാവാറുണ്ട്, ക്വസ്റ്റ്യനുകളിൽ വരാറുണ്ട്. അതെല്ലാ മത്സര പരീക്ഷകളിലും ഈ അടുത്തായിട്ട് എന്താണെന്നുണ്ട് ആ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നെറ്റ് എക്സാമിൽ ഇന്തോ അറബ് ലിറ്ററേച്ചറിൽ വന്ന മാറ്റം നമുക്ക് നോക്കാം. ഒന്ന് തനാസുലി തസാഉദി വിഷയമാണ്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് നിർബന്ധമായിട്ടും ഇന്തോ അറബിക് ലിറ്ററേച്ചർ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അതെന്താണ്, തസാഉദി തനാസുലി വിഷയമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യകാലത്ത് പുസ്തകങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പുസ്തകങ്ങൾ മാത്രമാണ് ചോദ്യങ്ങൾ കൂടുതലായി വന്നിരുന്നത്. അതിൽ നിന്ന് മാറി എന്തായിട്ടുണ്ട്, ഇത്തരം ഡീറ്റെയിലിംഗ് ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുണ്ട്. ചോദ്യം നോക്കാം. നാല അബു മഹ്ഫൂൽ കരീം അൽ മഅസൂമി ജായിസത റئيس الجمهورية لإسهاماته في خدمة اللغة العربية في الهند. 991
അദ്ദേഹത്തിന്റെ അറബി ഭാഷകളുടെ സംഭാവന മുൻനിർത്തി പ്രസിഡന്റിന്റെ മെഡൽ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തത്. അബൂ മഹ്ഫൂൽ കരീം അൽ മാസൂമി ആലിമൻ മിൻ ഉലമാഇ ജനൂബിൽ ഹിന്ദ് ചോദ്യം. രണ്ടാമത്തത് അബൂ മഹ്ഫൂൽ കരീം അൽ മാസൂമി അദ്ദേഹത്തിന് എന്തുണ്ട് ഖസീദത്തുൻ ഫി മദ്ഹി ഷെയ്ഖ് അബുൽ ഹസൻ അൻ-നദ്വി. ആഷ അബൂ മഹ്ഫൂൽ കരീം അൽ മാസൂമി ആഖിറ അയ്യാമി ഹയാത്തിഹി ഫിൽ ഖാഹിറ. ഇതാണ് ചോദ്യം. എന്താണ് അലിഫും ജീമും മാത്രമാണ് ശരി. അതായത് 91 അദ്ദേഹത്തിന് എന്തായിട്ടുണ്ട് പ്രസിഡന്റിന്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അബുൽ ഹസൻ നദ്വി എന്തായിട്ട് മദ്ഹ് ചെയ്ത് കവിത പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ജനൂബുൽ ഹിന്ദല്ല, എന്താണ് ഷിമാലുൽ ഹിന്ദിലുള്ള പണ്ഡിതനാണ് എന്ന് കാണാൻ കഴിയും. എന്താണ് അവസാന കാലം കാഹിറയിലല്ല ചെലവഴിച്ചത് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഒരു മാറ്റം നോക്കാം. ഇനി അടുത്തത് നോക്ക്. അടുത്തത് നമ്മൾ പുസ്തകങ്ങളെ ഡയറക്റ്റ് പഠിക്കാറുണ്ട്. പുസ്തകങ്ങൾ ആരാണ് എഴുതിയത്, ആരാണ് അതിന്റെ ഓതർ എന്നുള്ളതാണ് ഇതുവരെ വന്ന ചോദ്യങ്ങളുടെ രീതി. 9ാമത്തെ യൂണിറ്റുമായി അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ഇനി ഇവിടെ ചോദ്യം നോക്കി. അല്ലഫ അബ്ദുൽ ഹയ്യൽ ഹസനി കിതാബൻ മഅറൂഫൻ ഇസ്മുഹു നുസുഹത്തുൽ ഖവാത്തിർ വഹ്ദത്തുൽ മസാമിഅ വന്നവാദിർ. നുസുഹത്തുൽ ഖവാത്തിർ വഹ്ദത്തുൽ മസാമിഅ വന്നവാദിർ ഫി 6 മുജല്ലദാത്തിൻ കിബാർ يحتوي نزهة الخواطر وبهجة المسامع والنوادر على ترجمة أكثر من 504,000 الأعيان الهند. طبع نزهة الخواطر وبهجة المسامع والنوادر أول ما طبع في مطبعة ندوة العلماء. اختر الجواب الصحيح من الخيارات التالية. ആദ്യകാലത്ത് ഈ പുസ്തകം ആരുടേതാണ്, ഇതിന്റെ മറ്റൊരു പേരെന്താണ്? ചോദ്യം കഴിഞ്ഞു. അവിടുന്ന് ചോദ്യത്തിൽ വന്ന് ഒന്നല്ല, നമ്മൾ ടൈം കവർന്നെടുക്കുന്നുണ്ട് ഒന്ന്. രണ്ടാമത്തെ ചെറിയൊരു പോയിന്റിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കൺഫ്യൂസ്ഡ് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. ചെറിയൊരു പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ എന്താകുന്നത് കൺഫ്യൂസ്ഡ് ചെയ്യിക്കുന്നത്. 8 വള്ളിങ്ങളാണ് അല്ലെ, 6 മുജല്ലദാത്തല്ല 8 വള്ളിങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ, ജിം ശരിയാണ്. ആദ്യമായി പബ്ലിഷ് ചെയ്യുന്നത് നുദവത്തുൽ ഉലമയിലെ മത്ബഅയിലെ. നുദവത്തുൽ ഉലമക്ക് മത്ബഅ എന്ന് പറഞ്ഞാൽ വളരെ പിൽക്കാലത്താണ് വന്നത്. 937 ഇതിന്റെ 36 37 ഇതിന്റെ 2ാമത്തെ വള്ളിയാണ് സത്യത്തിൽ ആദ്യം പ്രസിദ്ധീകരിക്കുന്നത്. നുസ്ഹത്തുൽ ഖവാത്തിറിന്റെ ഞാൻ അടുത്ത വായിച്ച ഒരു മക്കാലയിൽ കണ്ടതാണ്. 2ാമത്തെ വോള്യമാണ് സത്യത്തിൽ ആദ്യം പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെയാണ് ഈ പുസ്തകത്തിന് ഇമ്പോർട്ട് എന്താണ് മനസ്സിലാക്കുകയും എന്താണ് അബുൽ കലാം ആസാദിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരമൊക്കെയാണ് ഇത് പൂർണ്ണമായിട്ട് എന്താണ് 78കളിലാണ് അതിന്റെ 8 വോള്യങ്ങൾ എന്താണ് പൂർണ്ണമായി പബ്ലിഷ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. കാരണം അന്ന് ഇത് പബ്ലിഷ് ചെയ്യാനുള്ള സാമ്പത്തിക അവസ്ഥയോ പ്രിന്റിംഗ് ഇതോ ഒന്നായിരുന്നില്ല, വലിയ തോതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള വായനകൾ കൂടി ഉണ്ടായാലാണ് നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതൊക്കെ 50 ദിവസം കൊണ്ട് സാധ്യമാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം നമുക്ക് മുമ്പിലുള്ളത് അല്ലേ. 50 ദിവസം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. സാറേ വേറൊരു ചോദ്യം. ഇപ്പൊ ഉമ്മഹാത്തുൽ കിതാബിന് പുറമെ എന്താ വേറെ കുറെ ബുക്കുകൾ പറയണ്ടല്ലോ, ഇതിലുള്ളതൊക്കെ പാടെ വായിച്ച. ഹലോ, കേൾക്കണ്ട, പറയൂ. കേൾക്കാം. ഇതിൽ നമ്മൾ മെയിനായിട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് വായിക്കേണ്ട ബുക്സുകൾ ഏതൊക്കെയാണ്? പറയാം. അടുത്ത സ്ലൈഡിൽ അത് വരും. അപ്പൊ ഇതുവരെ ഈ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂസ്ഡായി. ഇതൊക്കെ എങ്ങനെ ഇനി പഠിച്ചെടുക്കും? 50 ദിവസം മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇതിന് പുറമെ ജനറൽ പേപ്പറിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല, അത് ബാക്കിയുള്ളതാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഒന്ന് നമ്മുടെ താല്പര്യം, 2 നമ്മളെ കൺസിസ്റ്റൻസി, 3ാമത്തത് നമ്മളെ എഫേർട്ട് എന്നുള്ള ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്. ഈ 3 ഘടകങ്ങളും ചേർന്നാൽ മാത്രമേ ഈക്വൽ ടു സക്സസ് എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഏറ്റവും പറ്റിയ സുവർണ അവസരമാണ് ഈ സമയം, മെയ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇവിടെ എന്തില്ല, സ്കൂളുകൾ കോളേജുകൾ ഒന്നുമില്ല, കുറേ ഒഴിവ് സമയം കിട്ടാവുന്ന ഒരു സാധ്യതയുള്ള ഒരു സന്ദർഭം കൂടിയാണിത്. ബാക്കി നിങ്ങളുടെ വ്യക്തിപരമായ അവസ്ഥകളും കാര്യങ്ങളും എന്നെക്കാൾ എന്താണ് മനിൽ മസ്ഊലുൻ ആലം ബിസ്സാഇൽ എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ധാരണയിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. ഈ 20 ദിവസം കൊണ്ട് നമുക്ക് എന്താവണം എന്ന് വെച്ചാൽ ഇതിന്റെ ഈ സിലബസ് കൃത്യമായിട്ട് പഠിക്കണം ഒന്ന്. രണ്ടാമത് സിലബസ് നമുക്ക് മുഴുവൻ കവർ ചെയ്യാൻ പറ്റണം. ഇതിന് ഇഷ്ടംപോലെ PDF അവൈലബിൾ ആണ്. 10ഉം 100ഉം 300ഉം പേജുള്ളതും ടിപ്സ് ഉള്ളതും പിന്നെ ഡീറ്റെയിലിംഗ് ഉള്ളതും ഒക്കെ ആയിട്ടുള്ള PDF അവൈലബിൾ ആണ്. നമ്മളെ സംബന്ധിച്ച് ഈ മുഴുവൻ 10 യൂണിറ്റുകൾ എന്താണ് 20 ദിവസങ്ങളിൽ കവർ ചെയ്യണം. അത് 20 ദിവസങ്ങളിൽ കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അതിനുള്ള മറുപടി കൂടി ഞാൻ പറയാം. 1ാമത്തെ യൂണിറ്റ്
ഏകദേശം 30ഓളം ആളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏകദേശം, ഞാൻ അക്യുറേറ്റ് അല്ല. അതായത് ജാഹിലിയ മുതൽ അബ്ബാസിയ കാലഘട്ടം വരെയുള്ള പോയട്രിയുടെ ഭാഗങ്ങളാണ് കൂടുതലുള്ളത്. അതിൽ കുറേയൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും, കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് കണക്ഷൻ കിട്ടുന്ന ഭാഗം കൂടിയായിരിക്കും അത്. അപ്പം അത് നമുക്ക് കുറച്ചധികം സമയം കൊടുത്താലും അത് തീർക്കാൻ പറ്റും. അതേസമയം ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ട്. യൂണിറ്റ് 2 ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. യൂണിറ്റ് 2 ഓക്കെ. യൂണിറ്റ് 3 മാക്സിമം 1.5 ദിവസം മതി. ചെറിയ യൂണിറ്റ് ആണ് സത്യത്തിൽ. പക്ഷെ എന്തുണ്ട്, കുറച്ചധികം ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഉന്തുലസ് വേറെ, അതുബുൽ മഹജർ വേറെ എന്നുള്ള പ്രശ്നമുണ്ട്. യൂണിറ്റ് 4ഉം കമ്പാരിറ്റീവ്ലി ചെറിയ യൂണിറ്റ് ആണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ചെറിയ യൂണിറ്റ് ആണ്. യൂണിറ്റ് 5 നിങ്ങൾ നിർബന്ധമായിട്ടും PYQ അറ്റൻഡ് ചെയ്യുക. ബാക്കി നിങ്ങൾ മറ്റു പല പരീക്ഷകൾക്കും പഠിച്ച ബലാഗയുടെ എഴുതുമ്പോൾ മാത്രം മതി അറ്റൻഡ് ചെയ്യാൻ. യൂണിറ്റ് 5 അറ്റൻഡ് ചെയ്യാം. അതിൽ കൂടുതൽ സമയം ഇവോൾവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താക്കണ്ട, നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യണമെന്നില്ല എന്നുള്ളതാണ് പിന്നെ എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഓൾറെഡി നിങ്ങൾ പല എക്സാമുകൾക്ക് വേണ്ടി പഠിച്ച ആളുകളാണ്. PYQ നിർബന്ധമായിട്ട് നോക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നല്ല ശതമാനം യൂണിറ്റ് 5 നിന്ന് വരുന്നത്. യൂണിറ്റ് 6 16 പുസ്തകങ്ങളെ പരിചയപ്പെടാണ്ട്. ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് വേണ്ട. പുസ്തകം ആരെഴുതി, എന്താണ് അതിൽ പറയുന്നത്, കഴിയും. ഓക്കെ. യൂണിറ്റ് 6 ചില സമയത്ത് 1-2 ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ച അവസരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീരെ തന്നെ നോക്കണ്ടെന്നല്ല, അത് നോക്കണം. ഓക്കെ, അത്തരം കാര്യങ്ങളിലേക്ക് പോവാം. യൂണിറ്റ് 7 ആണ്, അത് ഞാൻ ലാസ്റ്റ് പറയാം. യൂണിറ്റ് 8 ചെറിയ യൂണിറ്റ് ആണ്. പക്ഷേ ചില സമയത്ത് 2023 ഡിസംബർ 24 ജൂൺ എക്സാമുകളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്തായിട്ടുണ്ട്, നല്ല ശതമാനം ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാതെ തന്നെ നമുക്ക് ബേസിക് ധാരണയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നല്ല ഒരു മാർക്ക് അല്ലെങ്കിൽ ഡിസൈഡിങ് ഫാക്ടറായിട്ട് മാറുന്ന യൂണിറ്റ് ആണ് പലപ്പോഴും 8ാമത്തെ യൂണിറ്റ് എന്നുള്ളതാണ്. ചെറിയ യൂണിറ്റ് ആയിരിക്കെ തന്നെ നമ്മുടെ മാർക്കുകളിലെ ഏറ്റവും വലിയ നിർണായകമായ യൂണിറ്റായി മാറാൻ പലപ്പോഴും സാധ്യതയുള്ള ഒരു യൂണിറ്റാണ് യൂണിറ്റ് 8. അതേപോലെ തന്നെ യൂണിറ്റ് 9 3 പാർട്ടുകളാണുള്ളത്. ഷെയർ, നസർ, പിന്നെ അഹമ്മൽ മുഅല്ലഫാത്തുൽ ഹിന്ദിയ. ആ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് PYQ നന്നായിട്ട് നിങ്ങൾ നോക്കണം. അതിലൂടെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ആ യൂണിറ്റ് 9 എങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ധാരണയും ഉണ്ടാക്കാൻ പറ്റും. യൂണിറ്റ് 10 പിന്നെ ബേസിക് നഹവാണ്. പിന്നെ ട്രാൻസ്ലേഷൻ, അത് നിങ്ങളുടെ റീഡിങ് എബിലിറ്റി അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പിന്നെ അതിന് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അത്രത്തോളം ബുദ്ധിപരമായ നീക്കമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചുരുങ്ങിയ സമയമാണ് പറയുന്നത്. അതല്ലാത്ത ഇപ്പോൾ അടുത്ത ഡിസംബറൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ദിവസവും എക്കണോമിക്കൽ ടേംസും പൊളിറ്റിക്കൽ ടേംസ് ഒക്കെ നിങ്ങൾ നോക്കി നോക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ റീഡിങ്, അതുപോലെ എബിലിറ്റി, ഭാഷാപരമായ സ്കില്ല്, ട്രാൻസ്ലേഷൻ, ഡുവൽ ലിംഗൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനത് നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കും, സഹായിക്കും എന്നതാണ്. ഇപ്പൊ വിചാരിച്ചാൽ 20 ദിവസം കൊണ്ട് ഞാൻ ഈ പറയുന്ന 10 യൂണിറ്റ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയും. പക്ഷെ എങ്ങനെ അല്ലേ? വായ കൊണ്ട് ബിരിയാണി വെക്കൽ എളുപ്പമാണ്. അരിയുടെ ഉപയോഗിക്കുക, ഇറച്ചി ഇടുക, തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് മസാല കിട്ടുന്നതിനാൽ ബിരിയാണി ആയി എന്നുള്ള പരിപാടിയല്ല. കൃത്യമായിട്ട് നമ്മൾ എത്ര സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇനി നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ. ജൂൺ ആയിക്കാണ് നിങ്ങൾ വീണ്ടും കോളേജ് പിന്നെ സ്കൂള് ആ ലൈഫിലേക്ക് പോകും. അതിനു മുമ്പ് നമുക്കിത് തീർത്തിരിക്കണം. അപ്പൊ അതിനെന്താണെന്ന് വെച്ചാൽ ഇനി ഈ സമയത്ത് മെയ് മാസത്തിൽ നമ്മൾ 5 to 6 മണിക്കൂറെങ്കിലും മിനിമം ഇതിന് കൊടുക്കാൻ പറ്റും. ഒരേ എടുത്ത 6 മണിക്കൂർ കൊടുക്കണമെന്നല്ല, രാവിലെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊടുക്കാം. പിന്നെ അത് ബാക്കിയുള്ള വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കുക. പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് 1-2 മണിക്കൂർ കൊടുക്കാം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച കാര്യങ്ങൾ വൈകുന്നേരത്തിന് മുമ്പായിട്ട് സമയം എടുക്കാൻ പറ്റും. മഗ്‌രിബിന് ശേഷമുള്ള വർക്ക് കാര്യങ്ങൾ വെച്ച് രാത്രി കുറച്ചധികം നേരം ഇരുന്നാലും നമ്മൾക്ക് ഈ പറയുന്ന 5 to 6 മണിക്കൂർ എന്നുള്ളത് ഈസി ആയിട്ട് എന്താക്കാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ദിവസം അതിൽ 5 to 6 പ്ലസ് കൂടുതൽ, അത് 6 to 8 വരെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉഷാറായി. ഈ സമയം നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ കഴിയും, ഈ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ 10 യൂണിറ്റിനെ കുറിച്ച് ബേസിക് ധാരണകളിലൂടെ കടന്നു പോകാൻ കഴിയും. നിങ്ങളുടെ അടുത്തുള്ള ആ PDF-കളിലൂടെ തന്നെ പോയാൽ മതി. ഒന്നാമത്തേത്. രണ്ടാമത്തേത് 21 to 35 ദിവസങ്ങളിലേക്കുള്ളത്. അവിടെ നമ്മൾ യൂണിറ്റ് വൈസ് PYQ സോൾവ് ചെയ്തും അത് അറ്റൻഡ് ചെയ്തും പോകണം. അവിടെ ഉള്ള പോസിറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഈ 10 യൂണിറ്റ് കവർ ചെയ്ത് പോയി. സ്വാഭാവികമായിട്ട് 1ാമത്തെ യൂണിറ്റ് വായിച്ചത് 10ാമത്തെ യൂണിറ്റ് എത്തുമ്പോഴേക്കും മറന്നു പോകും.
നമ്മൾ അത്രയും വലിയ കമ്പ്യൂട്ടർ സ്കിൽ, കമ്പ്യൂട്ടർ എന്താണ് തലച്ചോറൊന്നല്ല, എല്ലാം ഒറ്റടിക്കുന്നതാണ് സ്റ്റോറേജ്. പിന്നെ അവിടെ ഒരു കാലത്തും മറന്നു പോകാതിരിക്കാനുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് മറവിണ്ടാവും. അപ്പൊ അതിന് റിവിഷൻ വേണം എന്നുള്ളതാണ്. റിവിഷൻ ആസ്പെക്ട് നമ്മളെ സംബന്ധിച്ച് സമയം കുറവാണ്. അപ്പൊ അതിനെ മറികടക്കാനുള്ള മറ്റൊരു ഐഡിയ ആണെന്ത്, ഇത് ബാക്കിയുള്ള 15 ദിവസങ്ങളിൽ നമുക്ക് എന്താക്കണം, PYQs സോൾവ് ചെയ്യാം. PYQs സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നോക്കി അതിന്റെ ആൻസർ വെച്ച് പോവാന്നുള്ളതല്ല. ഈ ആൻസറിനോടൊപ്പം തന്നെ ഇപ്പൊ മിഹായിൽ നോയിമയുടെ മസ്രഹി ഏത്, അല്ല അബാഹു അൽ ബനൂനാണെന്ന് പറയുമ്പോൾ അബാഹു ബനൂന് പ്രസിദ്ധീകരിച്ച വർഷം ഏത്, അതിലെന്താണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ള വിഷയങ്ങൾ കൂടി അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് തോന്നുന്ന എന്താക്കുക, ചെറിയൊരു നോട്ട് ഉണ്ടാക്കിയിട്ട് ഒരു കുറിപ്പുകളാക്കി വെക്കുക. അത് നിരന്തരമായി എന്താക്കുക, ഫ്രീ ഉള്ള സമയങ്ങളിലൊക്കെ വെറുതെ ഒന്നിങ്ങനെ എടുത്ത് വായിച്ചു നോക്കുക. വർഷങ്ങളൊക്കെ ഓർത്തൊക്കെ ഏറ്റവും നല്ല ഐഡിയപരമായ കാര്യം അതാണ്. ജനന മരണ വർഷങ്ങൾ കാണാതെ പഠിക്കുന്നതിന് പകരം അതെന്നാക്കുക, അതിന്റെ ഓർഡറിനെ തയ്യാറാക്കുക. ഇതെന്താക്കുക, ഇടയ്ക്കിടയ്ക്ക് വെറുതെ നോക്കിക്കൊണ്ടേയിരിക്കുക. ഒരു ദിവസം എന്താണ് ഒരു 5 മിനിറ്റ് പിന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രൂപത്തിൽ സ്പെൻഡ് ചെയ്താൽ അത് ഈസി ആയിട്ട് നമ്മുടെ ഓർമ്മയിൽ വരും. അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ PYQs സോൾവ് ചെയ്ത് പഠിക്കുന്നതിനോട് റിവിഷൻ ആസ്പെക്ട് കൂടി എന്തായും കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തത്. പിന്നെയുള്ള ഒരു സാധനം എന്ന് പറയുന്നത് പേപ്പർ 1 ബന്ധപ്പെട്ടാണ്. ഞാൻ ഈ പറയുന്ന 6 മണിക്കൂറിനിടയിൽ നിങ്ങൾ മിനിമം 1 to 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും മിനിമം പേപ്പർ 1 കൊടുക്കണം. അറബിക്കിന്റെ കുട്ടികൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, അറബിക്കിൽ നല്ല മാർക്ക് നേടിയാലും പേപ്പർ 1 അവർക്ക് എന്താണ് പലപ്പോഴും അമളി പറ്റാറുള്ളത് എന്നുള്ളതാണ്. പേപ്പർ 1 നിങ്ങൾ ആൻസർ ശരിയാക്കാതെ മിനിമം 25 to 30 ശരിയാക്കാതെ നമ്മൾ ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയില്ല. പേപ്പർ 1 ചില യൂണിറ്റുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ ചില യൂണിറ്റുകൾ എന്താണ് ഇപ്പൊ നിർബന്ധമായിട്ട് ചോദ്യം വരും. നമുക്ക് 10 മാർക്ക് എന്തായാലും നേടാൻ പറ്റുന്ന യൂണിറ്റാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അതിന് എല്ലാ ദിവസവും അതിൻ്റെ ഒരു മോഡൽ ചെയ്ത് പഠിച്ചാൽ മതി. അതിന് 4-5 മെത്തേഡുകളുണ്ട്, മോഡലുകളുണ്ട്. ആ മോഡലിലേ അധികവും ചോദ്യങ്ങൾ വരുള്ളൂ. ആ മോഡൽ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് എക്സാം ഹാളിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളി. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് അപ്ലൈ ചെയ്താൽ 5 ക്വസ്റ്റ്യൻസും നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഒരിക്കലും മാർക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്തൊരു സാധനമാണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. കുറേ കാണാതെ പഠിക്കാൻ ഇല്ലാതെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവാതെ. പിന്നുള്ളത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്, സിമ്പിളാണ്. പിന്നെ റിസർച്ച് മെത്തഡോളജിയാണ്, റിസർച്ചുമായി ബന്ധപ്പെട്ട സ്കില്ലുകളാണ്. അതാണ് ഒന്നാമത് നല്ലൊരു ഫോക്കസ്ഡ് ഏരിയ വരുന്നത്. പിന്നെ കുറെ പഠിക്കാനുള്ള സാധനമാണ് ഹയർ എഡ്യൂക്കേഷനും അതുപോലെയുള്ള പിന്നെ മറ്റു ബന്ധപ്പെട്ട വിഷയങ്ങളും പിന്നെ ലോജിക്കൽ റീസണിങ് ഒക്കെ. അപ്പോൾ ഏതിനാണോ കൂടുതൽ നമുക്ക് പിന്നെ ഈ പറയപ്പെട്ട ടീച്ചിങ്, റിസർച്ച്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അതുപോലുള്ള സാധനങ്ങൾ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് നോക്കുക, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, ആ ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ ടീച്ചിങ് വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കിയാണ് കമ്മ്യൂണിക്കേഷനും ടീച്ചിങ് ഒക്കെ വളരെ സിമ്പിളാണ്. ITC അതൊന്നും അധികം വായനയില്ലാതെ അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ കുറെ ഓർത്തോക്കാനുള്ള ഹയർ എഡ്യൂക്കേഷനും അതുപോലുള്ള ലോജിക്കൽ റീസണിങ്ങിന്റെ സാധനങ്ങൾ, ലോജിക്കൽ റീസണിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയും ക്വസ്റ്റ്യൻ്റെ മെത്തേഡ് എന്തായിട്ടുണ്ട്, അസേഷൻ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വന്നത് ശ്രദ്ധിക്കാം. ഓക്കെ. പിന്നെ നമുക്ക് അവസാനത്തെ 5 ദിവസം ഫുള്ള് റിവിഷൻ ആസ്പെക്റ്റ് ആണ്. ഒരിക്കലും പുതിയൊരു കാര്യം പഠിക്കുകയും ചെയ്യരുത്. നമ്മളെ പഠിച്ചു വന്ന പോയിന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. PYQ ഡിസ്കഷൻ നിങ്ങൾ നടത്തുന്ന സമയത്ത്, നിങ്ങൾ സ്വന്തമായി ചെയ്യുന്ന സമയത്ത് അതിൽ വന്ന ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ അതെന്താക്കുക, നിങ്ങൾ ഒരു നോട്ടാക്കി മാറ്റാം. അതല്ലെങ്കിൽ നിങ്ങൾ ആദ്യ സമയത്ത് 10 യൂണിറ്റും കവർ ചെയ്യുന്ന സമയത്ത് ഒരു ഇംപ്രൂവൽ കേസിനെ കുറിച്ച് 4-5 പോയിന്റ് നമ്മൾ നോട്ടിലുണ്ടാകും. ഈ 4-5 പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇംപ്രൂവൽ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ആ രൂപത്തിൽ ഒരു 4-5 പോയിന്റുകൾ ഓരോരുത്തരെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് കവർ ചെയ്യുന്ന സമയത്തും നമുക്ക് ഇങ്ങനെ ഉണ്ടായി പോയി കഴിഞ്ഞാൽ അവസാന റിവിഷൻ സമയത്ത് എന്താക്കാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാം. പിന്നെ ആ പോയിന്റ് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടാതെ വരുന്നെങ്കിൽ അപ്പം എന്താ വീണ്ടും ആ PDF പോയിട്ട് തപ്പിയൊന്ന് മനസ്സിലാക്കി റെഡിയാക്കി വെക്കുക. ഓക്കെ. അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ 50 ദിവസം കൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്കാണ് ഞാൻ പറയുന്നത്, നമുക്ക് എന്താക്കാൻ പറ്റും, ഇതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങളായിരിക്കും ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളത്. എൻ്റെ ഒരു സുഹൃത്തു കൂടി കഴിഞ്ഞ വർഷം കഴിഞ്ഞ 2024 ഡിസംബർ എക്സാമിന് ആണെന്ന് തോന്നുന്നു, അല്ല ജൂൺ എക്സാമിന് എനിക്ക് നെറ്റ് കിട്ടി. അവർക്ക് അറബിക്ക് അത്യാവശ്യം ബേസ് ഉണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ട് അവൻ നോക്കിയുള്ള ഒരു സാധനം PYQ ആണ്. PYQ കൃത്യമായി അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അലകും പിടിയും മുഴുവൻ
ഒരു ക്വസ്റ്റ്യൻ വന്നതിന് ആ ക്വസ്റ്റ്യൻ എന്താണ്, അതിൽ ഓപ്ഷൻസിലെ പിന്നെ ഇതെന്തുകൊണ്ട് ആൻസർ ആയി, മറ്റു 3 ഓപ്ഷൻസ് എന്തുകൊണ്ട് ആൻസർ ആയില്ല, ഇതിന്റെ പ്രത്യേകത എന്ത്, സവിശേഷത, അങ്ങനെ പഠിച്ചു പോയിട്ട് തന്നെ അവനക്ക് എന്തായിട്ടുണ്ട്, നെറ്റ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആരും എന്താ കണ്ട ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് നെറ്റ് കിട്ടുമോ എന്നുള്ള നിരാശ ആരും വെച്ച് പുലർത്തേണ്ടതല്ല. പോസിറ്റീവായി ചിന്തിച്ച് നമ്മൾ എന്താക്കാം, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി ചില ചോദ്യങ്ങൾ കോർ ഫോക്കസ് ആയിട്ട് എന്താണ് നമ്മൾ മുത്താല ചെയ്യേണ്ട കിതാബുകൾ. നിങ്ങൾ 1-2 യൂണിറ്റുകൾക്ക് പ്രത്യേകിച്ച് എന്താണ് അദബുൽ ഖദീമിന് നിർബന്ധമായിട്ട് നിങ്ങൾ ഹസൻ സയ്യാത്ത് വായിച്ചിരിക്കണം. ഹസൻ സയ്യാത്ത് വായിക്കാൻ, ഹസൻ സയ്യാത്ത് ഒരാളെ പറ്റി 20 പേജ് 30 പേജൊന്നുമില്ല, ഒരാളെ പറ്റി 1-2 പേജ് അല്ലെങ്കിൽ അര പേജ് ഒക്കെ ഉള്ളൂ ഹസൻ സയ്യാത്തിലുള്ളൂ. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ഹസൻ സയ്യാത്ത് കവർ ചെയ്യണം. അദബുൽ ഖദീമുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങൾക്കും ഹസൻ സയ്യാത്ത് നിങ്ങൾ എന്തായിരിക്കണം, നിർബന്ധമായിട്ടും കവർ ചെയ്യണം. ഹസൻ സയ്യാത്തിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ, പക്ഷെ പറയുന്ന ഓരോന്നും എന്താണ്, കൃത്യമായ പോയിന്റുകളാണ് എന്നുള്ളതാണ്. അതുപോലെ ഇതൊക്കെ ആ PDF ഉണ്ടാകാം, എങ്കിലും ഞാൻ പറയാണ് ഹസൻ സയ്യാത്ത് അദബുൽ ഖദീമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിർബന്ധമായും ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചാണ് വിന്നിങ് സ്ട്രാറ്റജിയുടെ മറ്റൊരു സാധനമാണ് നെഗറ്റീവ് ഇല്ലാത്തൊരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസ് എന്താണ് 100% അറ്റംപ്റ്റ് റേറ്റ് വേണം. മുഴുവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായിരിക്കണം, അറ്റൻഡ് ചെയ്തിരിക്കണം. ഒന്നുപോലും എന്താവരുത്, ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഇനി എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമുക്ക് എക്സാമിന് കുറച്ച് മുമ്പ് എന്താക്കാം, വേറൊരു മീറ്റിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം തന്നെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഓക്കെ, സമയം വൈകിയോണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് റെക്കമെൻഡ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മഹാത്തുൽ കുത്തുബുകളും അതുപോലെ പേപ്പർ 1ന്റെ കുറേ ഗൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഇനി കുറേ ഗൈഡുകൾ വായിച്ച് സമയം കളയുന്നതിനേക്കാൾ ഉപരി യൂട്യൂബിലൊക്കെ കുറേ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയകളിൽ ക്ലാസ്സുകൾ കേട്ട് അതിന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കുക. പിന്നെന്താണ്, ടെലിഗ്രാമിലൊക്കെ കുറേ ഗ്രൂപ്പുകൾ നിങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളിലൊക്കെ കാര്യം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുക, ക്വസ്റ്റ്യൻ എന്താണ് പിന്നെ അനാലിസിസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്ക്രീൻ ഓക്കെ തന്നെയല്ലേ? ഒന്ന് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ICT ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കുറച്ചും കൂടി ഇതായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാധനം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ പ്രാക്ടീസ് 1 സെറ്റ് എന്താണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എവറി ഡേ ടു ബിൽഡ് സ്പീഡ്. അത് വേഗത ഉണ്ടാക്കാൻ കൂടിയാണ് കേട്ടോ. ആ സാധനത്തിന്റെ തിയറി മനസ്സിലാക്കാൻ മാത്രമല്ല, വേഗത്തിൽ ടൈം കൺസ്യൂമഡ് ആവാതെ എങ്ങനെ അത് അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് പഠിക്കാൻ വേണ്ടി കൂടിയാണ്. ഓക്കെ, പിന്നെ ICT എന്താക്കാം, പിന്നെ ഹയർ എഡ്യൂക്കേഷനിലും പുതിയ കുറെ മാറ്റങ്ങൾ NEP-യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, 2 മണിക്കൂർ നമുക്ക് മിനിമം പേപ്പർ 1 കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അതിന് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരാളെ വായിച്ചു കഴിയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു 3-4 പോയിന്റുകൾ നമ്മൾ ഈ ഫ്ലാഷ് കാർഡുകൾ പോലെ ഒരു കളറിംഗ് ഉള്ള പേപ്പറുകൾ വെച്ചിട്ടുള്ളൊരു ഇതുണ്ടല്ലോ സിസ്റ്റം, അതിലൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, അത്തരം പേപ്പറുകൾ ഉപയോഗിച്ച് പോയിന്റുകൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾ വെറുതെ നടന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ടൈമിലോ ഒക്കെ നമുക്ക് ജസ്റ്റ് അതിങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് ഈ ഓർമ്മകൾ ഇങ്ങനെ മുഴുവൻ വരുന്ന രൂപത്തിൽ അതിനെന്താക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. പിന്നെ ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്, അതുപോലെ എന്താണ്, ടീച്ച് എ കൺസെപ്റ്റ് ടു ഇമാജിനറി ഓഡിയൻസ് ടു സോൾഡിഫൈ യുവർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവുന്ന രൂപത്തിൽ പഠിക്കുക. കാണാതെ കുറേ കാര്യങ്ങൾ പഠിക്കുകയല്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളതും പിന്നെ അത് റിവിഷൻ ആസ്പെക്റ്റിൽ ചെയ്യുക എന്നുള്ളതുമാണ്. പിന്നെയാണ് PYQ മാപ്പിംഗ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൽ റിപ്പീറ്റഡായി വന്ന പുസ്തകങ്ങൾ, ആളുകൾ, ഏരിയകൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതാണ് PYQ മാപ്പിംഗ്. അതിലൂടെ നിങ്ങൾക്ക് എന്താക്കുക, കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വിഷയങ്ങൾ പറയാം. സ്ക്രീൻ പോയോ? ഒരു സെക്കൻഡ്, ലെറ്റ് മീ ചെക്ക്. ഇപ്പൊ വന്നോ? സ്ക്രീൻ ഓക്കെ അല്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? സെക്കൻഡ്, റെഡിയാക്കാം. സെക്കൻഡ്.
ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. സ്ക്രീൻ ഓക്കെ ആണോ? സ്ക്രീൻ ഓക്കെ ആണോ മക്കളെ? ശരി. ഒരു സെക്കൻഡ്, വൈഫൈ കട്ടായതാണ്. ഒരു സെക്കൻഡ് കേട്ടോ. ശരിയല്ലേ? അപ്പോൾ PYQ മാപ്പിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് ഞാൻ സൂചിപ്പിച്ചു, ആരുടെ വോയിസ് ഓൺ ആയിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതായത് PYQ നിങ്ങൾ നോക്കുന്ന സമയത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയി റിപ്പീറ്റഡ് ആയി വന്ന പുസ്തകങ്ങൾ, വ്യക്തികൾ, പിന്നെ വർഷങ്ങൾ അല്ലെങ്കിൽ പോയിന്റുകളൊക്കെ അത് കൃത്യമായി മാപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞ റിവിഷൻ നോട്ടിൽ പോലെ എന്താക്കുക, അതും കൂടി അതിൽ ആഡ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ റിപ്പീറ്റഡ് ആയി വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ നോട്ട് ചെയ്യുക. അതായത് ഈ റിവിഷൻ നോട്ട് എന്ന് പറയുന്നത് നമുക്ക് കയ്യിലെടുത്ത് നടക്കാൻ പറ്റുന്ന, എവിടെ യാത്ര പോകേണ്ടി വന്നാലും ബസ്സിലായാലും ട്രെയിനിലായാലും എവിടെ പോയാലും നമുക്ക് എന്താക്കണം, വായിക്കാൻ പറ്റുന്ന ഒരു സാധനം ആയിക്കണ്ട, ചെറിയ രൂപത്തിലുള്ള ഒരു നോട്ടായിരിക്കണത്. ഇത്രയുമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. 50 ദിവസം നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പൊ കൃത്യമായിട്ട് ഫോക്കസ് പ്ലസ് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ, ഒരു പഠനം ഷെഡ്യൂള് നമുക്ക് ഉണ്ടാവണം. അതിലൂടെ നമുക്ക് എന്താണ് സക്സസ് ഇൻ UGC നെറ്റ് അറബിക് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. യൂണിറ്റ് 7 പറഞ്ഞില്ലല്ലേ? സോറി. ഓക്കെ, യൂണിറ്റ് 7 നിലവിൽ നമ്മൾ നമുക്ക് പോയട്രി ഉണ്ട്, പ്രോസ് ഉണ്ട് അല്ലേ? അതിൽ ഷെയർ ഉണ്ട്. ഷെയറിൽ തന്നെ 12ഓളം ആളുകളുണ്ട്. 12 അല്ല, ഏകദേശം 14 ആളുകളുണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ. അതുപോലെ തന്നെ നസറിലും നമുക്ക് ഖിസ്സ, കസീറ, മുസ്രഹിയ, മക്കാല, പിന്നെ എന്താ റിവായ തുടങ്ങി 45 ആളുകൾ മൊത്തം യൂണിറ്റ് 7 നിന്ന് പഠിക്കാനുണ്ട്. കുറേ പുസ്തകങ്ങൾ ഓർത്തു വെക്കാനുണ്ട്. അപ്പൊ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയി സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ഓരോരുത്തരുടെയും ആദ്യത്തെ പുസ്തകങ്ങൾ ഇത്, അത് പ്രസിദ്ധീകരിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഓർത്തു വെക്കണം. ഇപ്പൊ കാലത്തിൽ അസംബ്ര 945 അല്ലേ, നിസാം സബാനി നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഓർത്തു വെക്കുക. 1. 2, കാരണം എല്ലാ പുസ്തകങ്ങളും ഓർത്തു വെക്കാൻ നമുക്ക് പോസിബിൾ അല്ല. രണ്ടാമത്തേത്, പിന്നെ അവാർഡുകൾ ലഭിച്ച പുസ്തകങ്ങളുണ്ട്. അത്തരം പുസ്തകങ്ങളും അതിലെന്താണ് പ്രമേയം എന്നുള്ളതും ഓർത്തു വെക്കാൻ പറ്റും. മൂന്നാമത്തേത് എന്തായിട്ട് വിവാദങ്ങളായ പുസ്തകങ്ങളുണ്ട്. പലരുടെയും പല നോവലുകൾക്കും നോവലുകൾക്കെതിരെ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട് അല്ലെ? അങ്ങനെ തുടങ്ങി ചില നോവലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പല രാജ്യങ്ങളിൽ. അങ്ങനെ വിവാദമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. വളരെ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ. ഇപ്പൊ അബ്ദുറഹ്മാൻ മുനീഫിന്റെ പല രചനകളും നമ്മൾ പലപ്പോഴും എന്നായിട്ടുള്ള ശ്രദ്ധിക്കാതെ പോയ അദ്ദേഹത്തിന്റെ രചനകൾ എന്താണ്, അറബ് സുജൂനുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട രചനകളാണ് അദ്ദേഹത്തിന്റെ ആദ്യകാലത്തുള്ള 70കളിലെ 1970കളിലെ അദ്ദേഹത്തിന്റെ രചനകൾക്ക്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവിടുത്തെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ പിന്നെ ജീവിതങ്ങളെ ചർച്ച ചെയ്യപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയ പുസ്തകങ്ങളുണ്ട്. അത്തരം സാധനങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ് ഒരു സ്ട്രാറ്റജി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. രണ്ടാമത്തത് ഇയർ ബേസ്ഡ് പോയിട്രിയുടെ ഭാഗത്താണ് പലപ്പോഴും ജനനമരണ ഡേറ്റുകൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. റിവായുടെയും മറ്റും ഭാഗത്ത് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതൊരു എക്സാമിന് ഖിസ്സ കസീറയുമായി ബന്ധപ്പെട്ട്
അവരുടെ ഓർഡറുകൾ ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഓർഡർ അല്ല ചോദിച്ചത്, അതേസമയം പേരുകൾ തന്നിട്ട് ഓർഡർ ആക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തായിട്ടുണ്ട്, മസ്രഹിയുടെ ഭാഗത്തുനിന്ന് മുൻപ് കാലത്ത് ചോദിച്ചിരുന്നു, ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ എന്താണ്, ഉദാഹരണത്തിന് തൗഫീഖുൽ ഹക്കീമിന്റെ രചനകൾ ഓർഡർ ചെയ്യാൻ വേണ്ടി ചോദിച്ചു. ഇപ്പൊ കഴിഞ്ഞ എക്സാമിൽ എൻ്റെ ഓർമ്മ ശരിയാണ്, കഴിഞ്ഞ ഇതാണോ അതിന് മുമ്പത്തുള്ള എക്സാമിനാണെന്ന് അറിയില്ല, നജീം മഹ്ഫൂദിന്റെ രചനകൾ തന്നിട്ട് ഇതിന്റെ ഇയർ ബേസ് ഓർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള പുസ്തകങ്ങൾ എന്നൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ്. എല്ലാ പുസ്തകങ്ങളും പൂർണ്ണമായിട്ട് ഓർത്തു വെക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഒന്ന്, അതേപോലെ മാച്ചിങ് ലിസ്റ്റിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത്തരം ആസ്പെക്റ്റുകൾ കൂടി നിങ്ങൾ എന്താക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് വേറെ എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ? പിന്നെ ക്രോണോളജിക്കൽ ഓർഡറിന്റെ ഒരു പൊതു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പലതും ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഇപ്പോ ഒരു ചോദ്യം അബ്ബാസിയ കാലഘട്ടത്തിലെ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് ബുഖ്തുരിയുടെ കാലത്ത് നടന്ന സംഭവം ചോദ്യത്തിൽ വന്നിട്ട് ഒരു മുത്തനബി മാജിയൊക്കെ ഓപ്ഷനിൽ വരും ചിലപ്പോൾ. അബ്ബാസി 1-ാം നൂറ്റാണ്ട് സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഈ സമയത്ത് ഏത് കവിയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം മുത്തനബി പറയുന്നത് 300 ഖാദിൽ ഫാദിൽ എന്താണ്, ഇവർ 500കളിലാണ് അല്ലെ. സലാഹുദ്ദീൻ അയ്യൂബിയുടെ മന്ത്രിയാണ്, 500കളിലാണ് വരുന്നത്. അദ്ദേഹത്തെയും അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബ് എന്ന് പറഞ്ഞാൽ ഇത് 2-ാം നൂറ്റാണ്ടിൽ എന്താണ് ജീവിച്ചു പോയ ഒരാളാണ്. അപ്പൊ അത്തരം പിന്നെ എന്താണ് പൊതുധാരണ ഉണ്ടെങ്കിൽ പോലും കാലഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് എന്താക്കാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഇതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേറെന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് ബ്രൈറ്റിന് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ, അഡ്മിൻ അറിയിക്കുമായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യും എന്താണെന്നുള്ളത്. അപ്പോൾ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ കാണുന്ന പലരും ഞാൻ അവരെ കാണാൻ തുടങ്ങിയിട്ട് നേരിട്ടല്ലെങ്കിലും ഒരുപക്ഷെ ആ പേരുകളൊക്കെ ആണെന്നുള്ള എൻ്റെ ഓർമ്മയിലാണ് പറയുന്നത്. കുറെ വർഷങ്ങളായി. ഇനി നമ്മൾ ഈ ഒരു വിഷയത്തിൽ കാണരുത്, നിങ്ങൾ നെറ്റി JRF നേടണം എന്നാണ് സ്നേഹത്തോടെ സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മളിങ്ങനെ ഇതിന് പിന്നാലെ ഉണ്ടാകരുത് എന്നുള്ളതാണ്, അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക. ശുക്രൻ ഹുസ്നി ഇസ്തിമാഇക്കും, ബാറക്കല്ലാഹു ലക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.